സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അത്യാഗ്രഹത്തിൽ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കളയരുത്. കാരണം സമ്പത്ത് ഈ ലോകത്ത് അവസാനിക്കും, സൗന്ദര്യം മണ്ണിൽ മറഞ്ഞുപോകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം അവസാനം വരെ നിങ്ങളോടൊപ്പമുണ്ടാകും. മനുഷ്യര് തിരിച്ചറിയുന്നത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നല്ല വസ്ത്രങ്ങൾ നിർജ്ജീവമായ പ്രതിമകൾക്ക് പോലും ധരിപ്പിക്കാറുണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് അത് തിരികെ വന്നില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കർമ്മം തീർച്ചയായും തിരിച്ചുവരും, അത് നല്ലതായാലും ചീത്തയായാലും. സ്നേഹമെന്നത് ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കുന്നതും യൗവനത്തിൽ സമ്പാദിക്കേണ്ടിവരുന്നതും വാർദ്ധക്യത്തിൽ യാചിക്കേണ്ടിവരുന്നതുമായ ഒരു കാര്യമാണ്. എല്ലാവരെയും കൂടെ നിർത്തുക, എന്നാൽ കൂട്ടത്തിലൊരിക്കലും സ്വാർത്ഥത വയ്ക്കാതിരിക്കുക. തെറ്റായ ചിന്തകളും തെറ്റായ ധാരണകളും മനുഷ്യനെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുന്നു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നു, കാരണം എന്റെ കുറവുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ലോകരാണ്. ഒരാളെ സ്വന്തമാക്കുന്നതിലോ നേടിയെടുക്കുന്നതിലോ അല്ല സ്നേഹം. നേടാൻ യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്നിട്ടും സ്നേഹിക്കുക എന്നതിലാണ് അതിന്റെ മനോഹാരിത. മൗനം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചെവികൊണ്ട് കേൾക്കാതെ ഹൃദയം കൊണ്ട് കേൾക്കുക. കളി തുടർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ഇതാണ്: ജീവിതം നിങ്ങളെ കളിക്കളമാക്കുകയാണോ, അതോ നിങ്ങൾ ജീവിതത്തെ കളിക്കളമാക്കുകയാണോ? വിധിക്കു മുന്നിൽ എത്ര നിസ്സഹായനാണ് മനുഷ്യൻ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്തിനു മുന്നിൽ തകർന്നു പോകുന്നു. ചില ബന്ധങ്ങൾ കടങ്ങൾ പോലെയാണ്. അത് നിർവഹിക്കുകയല്ല, വീട്ടുകയാണ് വേണ്ടത്. ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നവർ അതിനു മുൻപ് കരഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും. തങ്ങളുടെ രാജത്വത്തിൽ അഹങ്കാരം പൂണ്ടവരുടെ കൊട്ടാരങ്ങളും മണ്ണിൽ ചേർന്നുപോയിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരാൾ പ്രവേശിക്കാൻ പ്രയാസമാണ്, എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാൻ എനിക്കൊരു നിമിഷം പോലും ആവശ്യമില്ല. എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് സ്വന്തമായി നേടാൻ കഴിയുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് യാചിക്കരുത്. തെറ്റുകൾ ചെയ്യുക, അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ഒരാളോട് തെറ്റ് ചെയ്യരുത്. ഓർക്കുക, ആരെ എത്ര ചുവടുവെച്ചാലും എല്ലാവരുടെയും ഏകാധിപതി, അതായത് എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ കൈകളിലാണ്. കഠിനാധ്വാനം ചെയ്താൽ ധനം ലഭിക്കുന്നു, ക്ഷമിച്ചാൽ കാര്യങ്ങൾ പൂർത്തിയാകുന്നു, മധുരമായി സംസാരിച്ചാൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്നു, ആദരവ് നൽകിയാൽ പേരുണ്ടാക്കുന്നു. സംസ്കാരത്തിന്റെ മണ്ണിൽ നിന്ന് അകന്നുപോകുന്നത്ര ഉയരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പറക്കലുണ്ടാകരുത്. ജീവിതത്തിൽ രണ്ടു തരം ആളുകൾ പുതിയ ദിശ നൽകുന്നു. ഒന്ന്, നിങ്ങൾക്ക് അവസരം നൽകുന്നവർ. രണ്ട്, നിങ്ങളെ ചതിക്കുന്നവർ. നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നു. എന്നാൽ പരാതി പറയുന്നതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. തിടുക്കത്തിലുണ്ടാക്കിയ വിശ്വാസവും കഠിനാധ്വാനമില്ലാതെ വെച്ച പ്രതീക്ഷയും, ഈ രണ്ടെണ്ണത്തിന്റെയും ഫലം വെറും ചതി മാത്രമാണ്. വാക്കുകൾക്കും ചൂടുണ്ട്. അവ ആശ്വാസം നൽകുകയും ആളിക്കത്തിക്കുകയും ചെയ്യും. ഒരാളുടെ കാൽ വലിച്ചിടുന്നതിനേക്കാൾ നല്ലത് കൈപിടിച്ചു ഉയർത്തുന്നതാണ്. ഒരുപക്ഷേ ആ വ്യക്തിക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിലോ? നിങ്ങളുടെ ശബ്ദം ആത്മാവിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതും ആത്മാവിൽ നിന്നായിരിക്കണം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തെറ്റ് തിരഞ്ഞെടുക്കുന്ന തെറ്റുകൾക്ക് മാപ്പില്ല. ഒരാൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ പ്രയാസമില്ല. പ്രയാസം നിങ്ങളുടെ സമർപ്പണത്തെ വിലമതിക്കുന്ന ഒരാളെ കണ്ടെത്താനാണ്. മനസ്സ് വെള്ളം പോലെയാണ്. അത് പ്രക്ഷുബ്ധമാകുമ്പോൾ കാണാൻ പ്രയാസവും ശാന്തമാകുമ്പോൾ എല്ലാം വ്യക്തമാവുകയും ചെയ്യും. മനുഷ്യൻ ചോദിക്കുന്നു, ദൈവമേ, എന്റെ പ്രാർത്ഥനകൾ അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയും അപ്പോൾ തന്നെ നൽകുന്നില്ലല്ലോ. സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്തവരെ ആർക്കും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വിദ്യ അറിയുന്നവരെ ആർക്കും ദുഃഖിപ്പിക്കാൻ കഴിയില്ല. സ്വയം ഒരു അടയാളമുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല. ആഭരണമായി മാറാൻ ഇരുമ്പിന് ചൂടേൽക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോൾ ചിരിക്കണം, എപ്പോൾ കരയണമെന്ന് തീരുമാനിക്കാൻ അവർക്കും അത്രയ്ക്ക് അധികാരം കൊടുക്കരുത്. ഒരു വ്യക്തിയുടെ പ്രാധാന്യം അയാളുടെ നല്ല സ്വഭാവം കൊണ്ടാണ്. ചിലർ ഒരു നിമിഷം കൊണ്ട് ഹൃദയം കീഴടക്കുന്നു. മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിട്ടും ആദരവ് നേടുന്നില്ല. ദൈവം എല്ലാവരെയും ഒരേ മണ്ണിലാണ് സൃഷ്ടിക്കുന്നത്. വ്യത്യാസം ഇത്രമാത്രം: ഒരാൾ പുറമേ നിന്ന് സുന്ദരനായിരിക്കും, മറ്റൊരാൾ ഉള്ളിൽ നിന്ന്. മനുഷ്യജീവിതത്തിന് രണ്ട് വഴികളേ ഉള്ളൂ: ചിന്തയും ചിന്തനവും. ചിലർ ചിന്തയിൽ ജീവിക്കുന്നു, ചിലർ ചിന്തനത്തിൽ. ചിന്ത, വിഷമം ഒരു ദുരിതമാണ്, എന്നാൽ ചിന്തനം അതിനുള്ള പരിഹാരമാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയാനും ശക്തമായ മഴയിൽ പോലും കണ്ണുനീരിനെ തിരിച്ചറിയാനും കഴിയുന്ന ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുക. തീയതികൾ തിരികെ വരും, പക്ഷെ ആ ദിവസങ്ങൾ വരില്ല. ചിലർ സന്തോഷം തേടി കരഞ്ഞു,
ചിലർ ദുഃഖത്തിന്റെ തണലിൽ കരഞ്ഞു. ജീവിതത്തിലെ വിചിത്രമായൊരു രീതിയാണിത്. ചിലർ വിശ്വാസത്തിനു വേണ്ടി കരഞ്ഞു, ചിലർ വിശ്വസിച്ചതുകൊണ്ട് കരഞ്ഞു. എങ്ങനെയുള്ള പരാതികളുടെ ഇരകളായി മാറിയെന്നറിയില്ല. ഹൃദയം എത്രത്തോളം ശുദ്ധമായി സൂക്ഷിച്ചോ അത്രത്തോളം കുറ്റവാളികളായി മാറി. ഇടർച്ചകൾ താങ്ങി നിൽക്കാനുള്ള ധൈര്യം തന്നു. ഓരോ അപകടവും ബുദ്ധിക്ക് കൂടുതൽ ആഴം നൽകി. ഞാൻ ക്ഷീണിച്ചു പോയെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ എത്ര പേരുടെ പ്രചോദനമാണ്? കരയുന്നത് തെറ്റാണെന്ന് ആരാണ് പറയുന്നത്? മനസ്സിന്റെ വികാരങ്ങൾ ഒഴുകിപ്പോകുന്നത് തെറ്റല്ല. ചിലപ്പോൾ പ്രകൃതി പോലും കരയുന്നു. അപ്പോഴാണല്ലോ ഈ മനോഹരമായ മഴ പെയ്യുന്നത്. സമാധാനം തേടി എത്ര അസ്വസ്ഥതകൾ കൂട്ടിവെച്ചു. ആളുകൾ പറയുന്നു, ഞങ്ങൾ വലുതായി, ജീവിതത്തെ ഞങ്ങൾ നിയന്ത്രിച്ചു. മനുഷ്യർ നോട്ടുകൾ പോലെ ആയിരുന്നെങ്കിൽ വെളിച്ചത്തിന് നേരെ പിടിച്ച് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് നോക്കാമായിരുന്നു. നിങ്ങൾ താഴെ വീണു നോക്കൂ, ആരും നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വരില്ല. നിങ്ങൾ അല്പം പറന്നു നോക്കൂ, എല്ലാവരും നിങ്ങളെ താഴെ ഇറക്കാൻ വരും. ഒരു സമയം വരും, അപ്പോൾ മനുഷ്യന് ഏകാന്തതയെ ഭയമില്ലാതാവും. തനിച്ചിരിക്കുന്നത് മോശമായി തോന്നില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴില്ല. കാരണം അപ്പോൾ നമ്മൾ അങ്ങനെയായി മാറും. ആരെങ്കിലും സംസാരിച്ചാൽ ശരി, ഇല്ലെങ്കിലും ശരി. ലോകത്ത് 1000 മധുരപലഹാരങ്ങൾ രുചിച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ കണ്ണുനീരിനേക്കാൾ മധുരമുള്ളതൊന്നുമില്ല. ഒരു വിശ്വസ്ത സുഹൃത്ത് 1000 ബന്ധുക്കളേക്കാൾ മികച്ചവനാണ് എന്ന് അനുഭവം പറയുന്നു. എല്ലാം വിധി കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ചില കാര്യങ്ങൾക്ക് കഴിവുള്ളവരായി മാറേണ്ടതുണ്ട്. എന്റെ ജീവിതയാത്രയെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ടായിരുന്നു. പക്ഷെ വേദനകൾ രജിസ്റ്റർ ചെയ്യാൻ എത്തിയപ്പോൾ ക്യൂ വളരെ വലുതായിരുന്നു. ഒരാൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് അവരുടെ നിർബന്ധമല്ല, മറിച്ച് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവുമാണ്. ഹൃദയത്തിന്റെ താക്കോൽ വാക്കുകളിലല്ല, സംസാര രീതിയിലാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്നവയല്ല സ്വപ്നങ്ങൾ, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തവയാണ് സ്വപ്നങ്ങൾ. വിശ്വാസത്തിൽ വിഷവുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. എന്ത് സ്വീകരിക്കണമെന്നത് സ്വയം ആശ്രയിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എണ്ണുന്നത് നേടാൻ കഴിയാത്തവയെയാണ്. മനുഷ്യർ എല്ലാ വീടുകളിലും ജനിക്കുന്നു, പക്ഷേ മനുഷ്യത്വം ചിലയിടങ്ങളിൽ മാത്രമേ ജനിക്കുന്നുള്ളൂ. വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് വേഷം മാത്രമേ മാറ്റാൻ കഴിയൂ. എന്നാൽ വിയർപ്പിൽ കുളിക്കുന്നവർക്ക് ചരിത്രം മാറ്റാൻ കഴിയും. വ്യക്തവും നേരായതുമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ സംസാരം മൂർച്ചയുള്ളതും കടുപ്പമുള്ളതുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ദുഃഖത്തോടെ എഴുന്നേൽക്കരുത്. പകരം ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കുക. ബന്ധങ്ങളും പട്ടവും എത്രത്തോളം ഉയരത്തിൽ പറക്കുന്നുവോ അത്രത്തോളം അവയെ മുറിക്കുന്നവരുടെ എണ്ണവും കൂടും. ചില ബുദ്ധിമുട്ടുകൾ നമ്മെ പരീക്ഷിക്കാൻ വരുന്നതല്ല, മറിച്ച് നമ്മോടൊപ്പം ചേർന്ന ആളുകളെ തിരിച്ചറിയാൻ വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രയോജനകരമായ കച്ചവടം മുതിർന്നവരുടെ അടുത്തിരിക്കുന്നതാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് പകരമായി അവർ നിങ്ങൾക്ക് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് നൽകുന്നു. മനുഷ്യൻ ഒരിക്കലും ധൈര്യം കൈവിടരുത്. കാരണം മലകളിൽ നിന്ന് പുറപ്പെടുന്ന നദി ഇന്നുവരെ ആരോടും ചോദിച്ചിട്ടില്ല കടൽ എത്ര ദൂരമാണ് എന്ന്. ജ്ഞാനിയുള്ളവനെ പറഞ്ഞു മനസ്സിലാക്കാം, അജ്ഞാനിയെയും പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ അഹങ്കാരിയെ ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. അവനെ സമയം മാത്രമേ മനസ്സിലാക്കൂ. വൈകിയാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരുക. കാരണം ആളുകൾ സമയത്തിനനുസരിച്ച് സൗഖ്യമല്ല, സാമ്പത്തിക സ്ഥിതിയാണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ മാനസികമായി ശക്തരാക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. ആരോടും കൂടുതൽ പ്രതീക്ഷ വെക്കാതിരിക്കുക. നിങ്ങളിൽ നിന്ന് തെറ്റുപറ്റിയെങ്കിൽ സ്വയം പഴിക്കാതെ അതിൽ നിന്ന് പാഠം പഠിക്കുക. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഭയന്നിരിക്കാതിരിക്കുക. ദിവസവും കുറച്ചു സമയം ധ്യാനിക്കുക. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾക്കോ പേരുകൾക്കോ വേണ്ടി നിങ്ങളുടെ ഊർജം പാഴാക്കരുത്. കുറച്ചു മാത്രം സംസാരിക്കുക. നിങ്ങളുടെ മനസ്സ് താനെ ശാന്തമാകും. എല്ലാവരുടെയും കേൾക്കുക, പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെതാണ്. ഓർമ്മിക്കുക, കുളി ശരീരത്തെയും ധ്യാനം മനസ്സിനെയും ദാനം ധനത്തെയും യോഗ ജീവിതത്തെയും പ്രാർത്ഥന ആത്മാവിനെയും വ്രതം ആരോഗ്യത്തെയും ക്ഷമ ബന്ധങ്ങളെയും പരോപകാരം വിധിയെയും ശുദ്ധീകരിക്കുന്നു. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ മറ്റൊരാൾ സമയം ചെലവഴിക്കും. സമയം ചെലവഴിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും കൂടുതൽ പ്രാധാന്യവും ബഹുമാനവും നൽകുക.
കാരണം അവർ നിങ്ങളുടെ പിന്നിൽ ജീവിതത്തിന്റെ തിരികെ ലഭിക്കാത്ത നിമിഷങ്ങളാണ് ചെലവഴിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനെ ഒരിക്കലും വിൽക്കരുത്. നിങ്ങൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതുമാത്രമാണ്. ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി ഇന്നേ ദിവസം ചെയ്യുന്നു, ചെയ്യാത്തവർ നാളത്തേക്കായി മാറ്റിവെക്കുന്നു. 4 വേദങ്ങളുടെ അർത്ഥം നിങ്ങൾ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ, സാരമില്ല. എന്നാൽ വിവേകം, ഉത്തരവാദിത്യം, വിശ്വസ്തത, സത്യസന്ധത എന്നീ 4 വാക്കുകളുടെ പൊരുൾ മനസ്സിലാക്കിയാൽ ജീവിതം സഫലമാകും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ അത് ഏത് ഭാവത്തോടെ ചെയ്യുന്നു എന്നതിനാണ്. മൊബൈൽ നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. 1, നല്ലത് തോന്നുന്നത് സൂക്ഷിക്കുക. 2, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നത് പങ്കുവെക്കുക. 3, ഇഷ്ടപ്പെടാത്തത് ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ സന്തോഷവാന്മാരായിരിക്കും. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് സന്തോഷം നൽകുന്ന ഒരാളോട് സംസാരിക്കുക. എന്നാൽ നിങ്ങളോട് സംസാരിക്കുന്നത് സന്തോഷം നൽകുന്ന ഒരാളോടും ഒരിക്കലെങ്കിലും സംസാരിക്കുക. കടം വീട്ടാൻ കഴിയും, പക്ഷെ കടപ്പാട് വീട്ടാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മോശം സമയം വന്നാൽ ആരുടെയും കടപ്പാട് ഏറ്റെടുത്തരുത്. കാരണം മോശം സമയം കടന്നുപോകും, പക്ഷെ കടപ്പാട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. വെള്ളം അതിന്റെ പരിധി ലംഘിച്ചാൽ നാശം ഉറപ്പാണ്. നാവും അതിന്റെ പരിധി ലംഘിച്ചാൽ സർവനാശം ഉണ്ടാകും. 2 മുഖമുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് ദേഷ്യം വന്നാൽ നേരെ നിങ്ങളുടെ ആദരവിനെ ബാധിക്കുന്ന കാര്യങ്ങളാകും പറയുക. ചിന്ത, വിഷമം ചിതയ്ക്ക് തുല്യമാണ്. മാസങ്ങളോളം ജോലി ചെയ്താൽ നിങ്ങൾ ക്ഷീണിക്കുന്നില്ല. എന്നാൽ കോപവും ചിന്തയും കാരണം ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. ആളുകൾ നിങ്ങളിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ഈ ലോകത്തേക്ക് ആരുടെയും വിനോദത്തിന് വന്നതല്ല. മോശം സമയത്ത് കൂടെ നിൽക്കുന്നവർ അന്യരാണെങ്കിലും സ്വന്തമാണ്. അങ്ങനെയുള്ള സമയത്ത് ഉപേക്ഷിച്ചു പോകുന്ന ബന്ധങ്ങൾ വെറും പേരിന് മാത്രമുള്ളതാണ്. രാവിലെ വൈകി എഴുന്നേൽക്കുന്നത് മനുഷ്യന്റെ ഇരടുകളെ ദുർബലമാക്കുന്നു. ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും വൈകി ഉറങ്ങാറില്ല. മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് ഉയരങ്ങളിൽ എത്തുന്നത്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് ചെയ്യുക, അല്ലാതെ ആളുകൾ പറയുന്നത് ചെയ്യരുത്. ജീവിതത്തിലെ കോപം, തെറ്റ്, ആഗ്രഹം എന്നുള്ള കൂർക്കം വലി പോലെയാണ്. മറ്റൊരാൾ ചെയ്താൽ നമുക്ക് അരോചകമായി തോന്നും, എന്നാൽ നമ്മൾ ചെയ്താൽ നമുക്ക് അത് അറിയുകയേയില്ല. ഞാൻ ആരുടെയൊക്കെ നുണകൾ വിശ്വസിക്കുന്നുവോ അവർ കരുതുന്നു ഞാൻ വിഡ്ഢിയാണെന്ന്. ധനികരെ എല്ലാ തെരുവിലും കാണാൻ കിട്ടും, മനസാക്ഷിയുള്ളവരെ കണ്ടെത്താനാണ് പ്രയാസം. ഷൂസ് തേച്ചു ഉണ്ടാക്കിയ ഒരു അടയാളവും ഷൂസ് നക്കി ഉണ്ടാക്കിയ ഒരു അടയാളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബുദ്ധിമുട്ടുകളും കുട്ടികൾ പോലെയാണ്, അവയെ പരിപാലിച്ചാൽ അവ വലുതാകും. ദൈവത്തിന്റെ ഖജനാവിൽ അനുഗ്രഹങ്ങൾക്ക് കുറവില്ല. നിങ്ങളുടെ കയ്യിലെ തുണിസഞ്ചിയിൽ എവിടെയെങ്കിലും ദ്വാരമുണ്ടോ എന്ന് നോക്കുക. മരണത്തെ എന്തിനു പേടിക്കണം? അത് മിനിറ്റുകളുടെ കളിയാണ്. ദുരിതം ജീവിതമാണ്, അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ജീവിതം നിരാശപ്പെടുമ്പോഴാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്. നിന്റെ വാഗ്ദാനങ്ങളും വഴികളും നീയും വളരെ ലാളിത്യത്തോടെയാണ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഞാൻ മാറിയിട്ടുണ്ട്, പക്ഷേ എന്നെപ്പോലല്ലാത്തവർക്ക് വേണ്ടി മാത്രം. ബന്ധങ്ങൾ ഉണ്ടാകുകയോ ഇല്ലാതാകുകയോ ചെയ്യട്ടെ, പക്ഷെ അത് മോശമായി പോകരുത്. അഹങ്കാരം അതിരുകടന്നാൽ ആഴത്തിലുള്ള ബന്ധവും തളർന്നു പോകും. താൽപ്പര്യമുണ്ടെങ്കിൽ പരാമർശമുണ്ടാകും, അല്ലെങ്കിൽ ആർക്കാണ് ആരെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവുക? ബിരുദത്തിനായി ഇത്രയധികം പഠിക്കരുത്. ജീവിതത്തിന്റെ പുസ്തകം മനസ്സിലാക്കാൻ കഴിയാതിരിക്കരുത്. ഒരു കൂടിക്കാഴ്ചയുടെ കടം അതുപോലെ നിലനിൽക്കട്ടെ. കടമുള്ളവരെ ആളുകൾ മറക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. സന്തോഷത്തിലും ആനന്ദത്തിലും വലിയ വ്യത്യാസമുണ്ട്. സന്തോഷത്തിന് പണം ആവശ്യമാണ്, ആനന്ദത്തിന് കുടുംബവും സുഹൃത്തുക്കളും മാത്രം മതി. എന്നോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. കരയരുത്. നിന്റെ കരച്ചിൽ എനിക്കും വേദനയുണ്ടാക്കുന്നു. ലോകം നിങ്ങളെ വിഷമിപ്പിക്കും, പക്ഷേ നിങ്ങൾ പുഞ്ചിരിക്കുന്നത് നിർത്തരുത്. ഞാൻ എല്ലാമാണെങ്കിൽ സംസാരിക്കുക. ഞാനൊരു ഓപ്ഷനാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. ബന്ധങ്ങളുടെ പരീക്ഷണം ഇലപൊഴിയും കാലത്താണ്. മഴയിൽ എല്ലാ ഇലകളും പച്ചയായി കാണപ്പെടും. ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വാധീനം മുഴുവൻ ജീവിതത്തിലും ഉണ്ടാകും. ശരീരം നല്ലതാണെങ്കിൽ ജീവിതം നല്ലതായി തോന്നും. മനസ്സ് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതായി തോന്നും. ആദരവിന് ഡിസ്കൗണ്ട് ഇല്ല സുഹൃത്തുക്കളെ. അത് ലഭിക്കുമ്പോൾ പൂർണ്ണമായി ലഭിക്കും, പോകുമ്പോൾ പൂർണ്ണമായി പോകും. കാരണം കൊടുങ്കാട്ടിൽ വഞ്ചികളും അഹങ്കാരത്തിൽ വ്യക്തികളും മുങ്ങിപ്പോകും. സ്വത്തിന്റെ അവകാശികൾ നിരവധി പേർ ഉണ്ടാകാം, പക്ഷേ കർമ്മങ്ങളുടെ അവകാശി നമ്മൾ സ്വയം മാത്രമാണ്. ലോകം എന്ത് ചിന്തിക്കുന്നുവോ അത് ചിന്തിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം സത്യമാണെങ്കിൽ നിങ്ങളിൽ തന്നെ അഭിമാനിക്കുക. ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നവർ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. തീയിടുന്ന വാക്കുകൾ കേൾക്കുന്നയാൾ ഒരു മാലിന്യം പോലെയാണെങ്കിൽ ആ വാക്കുകൾ വെറും റദ്ദിയാണ്.
ലോകത്തിലെ എല്ലാ വ്യക്തിക്കും വേദനയുടെ അനുഭവം ഉണ്ടാകും, എന്നിട്ടും അവർ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്നില്ല. ആ കാലഘട്ടം തിരികെ വരിക അസാധ്യമാണ്. ഇപ്പോൾ ആ വികാരങ്ങളോ ആ ആടുകളോ ഇല്ല. മോശം വാർത്ത ഇതാണ്, സമയം പറന്നു പോകുന്നു. നല്ല വാർത്ത ഇതാണ്, അതിന്റെ പൈലറ്റ് നിങ്ങളാണ്. എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങളിൽ തന്നെ വിശ്വാസം വയ്ക്കുക. എത്ര നല്ലതായാലും ഒടുവിൽ താങ്ങുകൾ വിട്ടുപോകും. ഒരാൾ നിങ്ങളിൽ നിന്ന് 2 ചുവട് പിന്നോട്ടു പോയാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം ലഭിക്കട്ടെ എന്നാശംസിച്ച് 4 ചുവട് പിന്നോട്ടു പോകുന്നതാണ് ഉചിതം. ലോകം ഒന്നു മാത്രമാണെങ്കിലും എല്ലാവരുടെയും ലോകം വ്യത്യസ്തമാണ്. ബന്ധങ്ങളുടെ ഘടനയിൽ നുണയില്ലെങ്കിൽ ഒരു പിടി പരാതികൾ കൊണ്ട് വിള്ളലുകൾ ഉണ്ടാകില്ല. റോഡ് ഒരിക്കലും നേർരേഖയിലായിരിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ ഒരു വളവ് തീർച്ചയായും ഉണ്ടാകും. ജീവിതവും റോഡ് പോലെയാണ്. ക്ഷമയോടെ നടന്നു പോവുക, സന്തോഷകരമായ ലക്ഷ്യം തീർച്ചയായും വരും. സമയത്തിന്റെ വില എന്താണെന്ന് സാഹചര്യങ്ങൾ പഠിപ്പിക്കും. ആളുകൾ സാമ്പത്തിക സ്ഥിതി ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വില പറഞ്ഞു തരും. നന്നായി, കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഇടർച്ചകളുണ്ടായി. പുഴയിൽ നോക്കി ചന്ദ്രനെ തൊടാൻ ഞങ്ങൾ പോവുകയായിരുന്നു. ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്. മാനസികാവസ്ഥ മോശമാവുകയും ശരിയാവുകയും ചെയ്യും, ആരും അറിയുക പോലുമില്ല. എപ്പോഴും ശക്തിയുടെ പ്രതീകമായിരിക്കരുത്. ചിലപ്പോൾ ദുർബലനാകുന്നത് ഹൃദയത്തിന് ആശ്വാസം നൽകും. പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ലെന്ന് സമ്മതിക്കുന്നു, പക്ഷെ പണമില്ലാതെ സന്തോഷവാനായിരിക്കുക എന്നത് കുറച്ചു പ്രയാസമാണ്. സ്വന്തം വാക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തയാൾ മറ്റൊരാളുമായി ബന്ധം എങ്ങനെ നിലനിർത്തും? തനിച്ചിരുന്ന് കരയുന്നവരുടെ കണ്ണുനീർ അവരുടെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. വേദനയും സന്തോഷവും നല്ല അധ്യാപകരാണ്. രണ്ടും നമ്മെ അതതിന്റെ സാഹചര്യങ്ങളിൽ പഠിപ്പിക്കുന്നു. നിങ്ങളോട് എല്ലാ വേദനകളും പറയാമെന്ന് കരുതി, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത് എന്ന് പോലും ചോദിച്ചില്ല. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയോ അഭിപ്രായം പറയുകയോ ചെയ്താൽ ഭയപ്പെടരുത്. എപ്പോഴും ഓർക്കുക, എല്ലാ കളികളിലും കാണികളാണ് ഒച്ചവെക്കുന്നത്, കളിക്കാരല്ല. ജീവിതം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷേ വ്യാജമായി ചിരിക്കാനുള്ള വിദ്യ സ്നേഹം മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഹൃദയത്തിലേക്ക് വരാൻ വഴിയുണ്ട്, പക്ഷെ പോകാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഒരാൾ ഹൃദയം വിട്ടു പോകുമ്പോൾ ഹൃദയം തകർത്തുകൊണ്ട് മാത്രം പോകുന്നത്. വെറുപ്പാണ് ലോകം നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വിശ്വാസത്തിൽ ജീവിതകാലം മുഴുവൻ മതിയാവില്ല. ഞങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കരുത്. ഞങ്ങൾ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹം വിൽക്കുന്നു. ലോകം മോശമാണ്, എല്ലായിടത്തും ചതിയുണ്ട് എന്ന് സമ്മതിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് നല്ലവരായിരിക്കുന്നതിൽ നിന്ന് ആരാണ് തടഞ്ഞത്? ലക്ഷക്കണക്കിന് രത്നങ്ങൾ ലഭിച്ചു, ഒരു ഹൃദയധനം അഥവാ ഹൃദയം പോലെയുള്ള ധനം ലഭിച്ചില്ല. വേദന എല്ലാ സമയവും ലഭിച്ചു, ഒരു നിമിഷം സമാധാനം ലഭിച്ചില്ല. ജീവിതത്തിന്റെ സായന്തനം വരെ തേടി നടന്നു, പക്ഷേ ഞങ്ങൾക്ക് 2ാം തവണ ഒരു ബാല്യം തിരികെ ലഭിച്ചില്ല. ആരുടെയും സഹായം ചോദിക്കരുത്, സന്തോഷത്തോടെ നൽകുന്നവരോട് ചോദിക്കുക. വിധിയാൽ ലഭിക്കുന്നവരെ സ്നേഹിക്കുക. ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക. എളുപ്പത്തിൽ ലഭിക്കുന്നത് എപ്പോഴും നിലനിൽക്കില്ല, എപ്പോഴും നിലനിൽക്കുന്നത് എളുപ്പത്തിൽ ലഭിക്കില്ല. മനസ്സെഴുതിയാൽ വാക്കുകൾ പിണങ്ങുന്നു, സത്യം പറഞ്ഞാൽ സ്വന്തക്കാർ പിണങ്ങുന്നു. കലണ്ടർ എപ്പോഴും തീയതി മാറ്റുന്നു, പക്ഷെ ഒരു ദിവസം കലണ്ടറിനെ തന്നെ മാറ്റുന്ന ഒരു തീയതി വരും. അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക. സമയം എല്ലാവർക്കും വരും. കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിഷമിക്കരുത്. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ അറിയാത്തവരാണ് കടൽ വെള്ളം മോശമാണെന്ന് പറയുന്നത്. നിഴലുകൾ ഉയരത്തിലും സംസാരം നിലവാരത്തിലും വലുതാകാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, സൂര്യൻ അസ്തമിക്കാറായി. ഉയരങ്ങളിൽ എത്താൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ മറ്റൊരാളെ ചവിട്ടി മതിക്കാനുള്ള വിദ്യ എവിടെ നിന്ന് പഠിക്കാൻ? ദേഷ്യത്തിലായിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ മൗനം പാലിച്ചാൽ അയാൾ കുറച്ചു കഴിഞ്ഞാൽ തനിയെ മിണ്ടാതാകും. കാൽമുട്ടുവേദനയും ചെറിയ ചിന്തയും അഥവാ ചെറിയ ചിന്താഗതിയും മനുഷ്യനെ ഒരിക്കലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. ശരിയായ സമയത്തിനായി കാത്തിരുന്ന് ജീവിതം മുഴുവൻ തീർന്നുപോകും. സമയം ശരിയാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം നമ്മളെല്ലാവരും പരസ്പരം നഷ്ടപ്പെടുത്തും, കാരണം അവൻ എന്നെ ഓർത്തോർക്കുന്നില്ല, പിന്നെ ഞാനെന്തിനു ഓർക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട്. വിഷത്തിനും അതിൻ്റെതായ കണക്കുണ്ട്. മരിക്കാൻ കുറച്ചു മാത്രം കുടിച്ചാൽ മതി, ജീവിതം ജീവിക്കാൻ ഒരുപാട് കുടിക്കേണ്ടി വരും. ജീവിതം ലഭിക്കുന്നത് ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു, പക്ഷേ മരണം ശേഷം ആളുകളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത അല്പം മാറ്റി നോക്കുക. മോശം ആളുകളുമുണ്ട്, നിങ്ങൾ വീട്ടിന് പുറത്തൊന്നു ഇറങ്ങി നോക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രത്യേകതകൾ നോക്കുക. നിങ്ങൾക്ക് ഒഴിവാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ബലഹീനതകൾ ഒഴിവാക്കുക. എല്ലാ ദിവസവും കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തെയും കാണാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ലഭ്യമായിരിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രാധാന്യം ഒരിക്കലും മനസ്സിലാകില്ല. ഈ സ്വാർത്ഥലോകത്ത് ഒരു താൽപ്പര്യവും വയ്ക്കാതിരിക്കുക. താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം താൽപ്പര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ പുകഴ്ത്തപ്പെടാൻ യോഗ്യരല്ല എന്നത് നുണയാണ്. ലോകത്തിന് പുകഴ്ത്താനുള്ള കഴിവില്ല എന്നതാണ് സത്യം. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ 2 ഭാഗങ്ങളാണ്. ദുഃഖത്തെ കണ്ടുമുട്ടാതെ സുഖം അപൂർണമായിരിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരും തെറ്റുടൻ അംഗീകരിക്കുന്നവരും സമയത്തിന്റെ വില മനസ്സിലാക്കുന്നവരുമാണ് വിജയികൾ.
നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എന്നാൽ ഏറ്റവും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതും സമയത്തെയാണ്. ഞങ്ങൾ ആർക്കും വ്യാജമായ സഹതാപം നൽകിയിട്ടില്ല. ആർക്കുവേണ്ടി എന്തു ചെയ്താലും അത് ഹൃദയത്തിൽ നിന്നാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ്. അത് ശുദ്ധമല്ലെങ്കിൽ തിളക്കമുള്ള മുഖം ഒരു കാര്യവുമില്ല. നിങ്ങളിൽ മടുപ്പുള്ളവരെ വിട്ടേക്കുക. കാരണം ഭാരമായി മാറുന്നതിനേക്കാൾ നല്ലത് ഓർമ്മയായി മാറുന്നതാണ്. വേദന നൽകുന്നവരെ വേണമെങ്കിൽ മറന്നേക്കുക, പക്ഷെ വേദനയിൽ കൂടെ നിന്നവരെ ഒരിക്കലും മറക്കരുത്. ജീവിതത്തിന്റെ പുസ്തകം ഇങ്ങനെ തുറന്നുവെക്കരുത്. സമയത്തിന്റെ കാറ്റ് ഏതു പേജ് മറിക്കുമെന്ന് ആർക്കറിയാം. ഇവിടെ എല്ലാവരും മോശക്കാരാണ്, കാരണം നിങ്ങളും ഒരു മാലാഖയല്ല, ഞാനും ഒരു മാലാഖയല്ല. ഒരിക്കലും മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്, കാരണം നിങ്ങൾക്കും കുറവുകളുണ്ട്. സംസാരിക്കാനുള്ള നാവ് മറ്റുള്ളവർക്കുമുണ്ട്. ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഇത്രത്തോളം കുനിയരുത്. എഴുന്നേൽക്കുമ്പോൾ താങ്ങു വേണ്ടിവരും. നിങ്ങളുടെ ജീവിതത്തെ മറ്റാരുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യമില്ല. ആരുടെ സമയം വരുമ്പോഴാണോ അവർ പ്രകാശിക്കുന്നത്. ഒരാളെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ദൗർഭാഗ്യമാണ്, നിങ്ങളുടെയല്ല. വ്യാജ ആരോപണങ്ങൾ കേട്ട് വിഷമിക്കരുത്. അവയെ നേരിടുക. ഓർക്കുക, സമയത്തിന്റെ ഗ്രഹണം ചന്ദ്രനും സൂര്യനും ഏൽക്കും. എന്നിട്ടും അവർ അസ്തമിക്കാതെ തിളങ്ങുന്നു. എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠനം നിർത്തുന്നവർ വയസ്സായി പോകുന്നു. അവർ ഏതു പ്രായത്തിലുള്ളവരായാലും. പഠിച്ചുകൊണ്ടേയിരിക്കുന്നവർ എപ്പോഴും ചെറുപ്പമായിരിക്കും. ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യം നിങ്ങളുടെ മനസ്സിനെ യുവത്വത്തോടെ നിലനിർത്തുക എന്നതാണ്. ദുഃഖം അനുഭവിക്കുന്നയാൾക്ക് മുന്നോട്ടു പോകുമ്പോൾ സന്തോഷം ലഭിച്ചേക്കാം, പക്ഷേ ദുഃഖം നൽകുന്നയാൾക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കില്ല. എല്ലാവരെയും വിശ്വസിക്കുക, പക്ഷേ വളരെ ശ്രദ്ധയോടെ, കാരണം ചിലപ്പോൾ സ്വന്തം പല്ലുകൾ പോലും നാവിനെ കടിക്കാറുണ്ട്. ജീവിതത്തിനും സ്വപ്നങ്ങൾക്കുമിടയിൽ വിലപേശൽ നടക്കുമ്പോൾ സ്വപ്നങ്ങൾ വിറ്റുകളയുക. ജീവിതത്തെ വിൽക്കരുത്, കാരണം ജീവിതമുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ പിന്നെയും വാങ്ങാം. ചിലർ പരാതിപ്പെടുന്നു, ദൈവം എന്തിനാണ് പൂക്കളോടൊപ്പം മുള്ളുകൾ സൃഷ്ടിച്ചത്? മുള്ളുകളോടൊപ്പം പൂക്കളെയും നൽകിയതിന് ദൈവത്തോട് നന്ദി പറയേണ്ടതല്ലേ? കാഴ്ചപ്പാട് മാറ്റിയാൽ മാത്രം മതി. അന്ധൻ അമ്പലത്തിൽ വന്നപ്പോൾ ആളുകൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ദർശനത്തിന് വന്നതാണോ? നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമോ? അന്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടാലുമില്ലെങ്കിലും എന്തു വ്യത്യാസം? എന്റെ ദൈവം എന്നെ കാണുമല്ലോ. കാഴ്ചയല്ല, കാഴ്ചപ്പാടാണ് ശരിയായിരിക്കേണ്ടത്. പിതാമഹനായ ഭീഷ്മരുടെ ജീവിതത്തിലെ ഒരേയൊരു പാപം അദ്ദേഹം സമയത്തിന് കോപിക്കാത്തതാണ്. ജഡായുവിന്റെ ജീവിതത്തിലെ ഒരേയൊരു പുണ്യം അദ്ദേഹം സമയത്തിന് കോപിച്ചതാണ്. ഫലമോ, ഒരാൾക്ക് അമ്പുകളുടെ ശയ്യയും മറ്റൊരാൾക്ക് ശ്രീരാമന്റെ മടിത്തട്ടും ലഭിച്ചു. അതിനാൽ കോപം ധർമ്മത്തിനും മര്യാദയ്ക്കും വേണ്ടിയാണെങ്കിൽ അത് പുണ്യമായി മാറും. എന്നാൽ സഹനശക്തി ധർമ്മത്തെയും മര്യാദയെയും രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പാപമായി മാറും. നമ്മുടെ അന്തർമനസ്സ് ശാന്തമാകാതെ നമ്മുടെ കുറവുകളും മറ്റുള്ളവരുടെ നന്മകളും കാണാൻ കഴിയില്ല. എത്ര കഠിനമായ സത്യമാണിത്. മനുഷ്യൻ 3 കാര്യങ്ങൾക്കായി ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്റെ പേര് വലുതാകണം, എന്റെ വസ്ത്രം നല്ലതായിരിക്കണം, എന്റെ വീട് മനോഹരമായിരിക്കണം. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആദ്യം മാറുന്നത്. പേര് സ്വർഗീയമായത് സ്വർഗീയം, വസ്ത്രം കഫൻ, വീട് ശ്മശാനം. ഈ ലോകത്ത് ദാനത്തേക്കാൾ വലിയ സമ്പത്തില്ല, അത്യാഗ്രഹത്തേക്കാൾ വലിയ രോഗമില്ല, നല്ല ആരോഗ്യത്തേക്കാൾ വലിയ ആഭരണമില്ല, സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല. സ്നേഹമെന്നത് മനുഷ്യനെ ഒരിക്കലും താഴെ വീഴാൻ അനുവദിക്കാത്ത ഒന്നാണ്. എന്നാൽ വെറുപ്പ് എന്നത് മനുഷ്യനെ ഒരിക്കലും മുകളിലേക്ക് ഉയരാൻ അനുവദിക്കാത്ത ഒന്നാണ്. ഒരു വ്യക്തിയുടെ കുറച്ചു സമയത്തെ മോശമായ പെരുമാറ്റം കാരണം അവനെ എപ്പോഴും മോശമായി കരുതരുത്. ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും മോശം, മനുഷ്യനല്ല. നൽകാൻ ദാനം, നേടാൻ ജ്ഞാനം, ഉപേക്ഷിക്കാൻ അഭിമാനം, ഈ 3ഉം ശ്രേഷ്ഠമാണ്. മടിയുള്ളവന് വിദ്യയെവിടെ? വിദ്യയില്ലാത്തവന് ധനമെവിടെ? ധനമില്ലാത്തവന് സുഹൃത്തെവിടെ? സുഹൃത്തുക്കളില്ലാത്തവന് ജീവിതമെവിടെ? പ്രശംസ നമ്മുടേതല്ല, നമ്മുടെ ഗുണങ്ങളുടേതാണ് എന്ന് മറക്കുമ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത്. എല്ലാ വിവേകികളും മൗനം പാലിക്കുമ്പോഴും വിവേകമില്ലാത്തവർ സംസാരിക്കുമ്പോഴും കുടുംബവും സമൂഹവും നശിക്കാൻ തുടങ്ങുന്നു. ജീവിതം നിങ്ങൾക്ക് ദുഃഖിക്കാൻ 100 കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ 1000 കാരണങ്ങളുണ്ട് എന്ന് ജീവിതത്തോട് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഈ സത്യം എത്രയും പെട്ടെന്ന് അംഗീകരിക്കുന്നുവോ ജീവിതം അത്രത്തോളം മെച്ചപ്പെടും. 2 നിമിഷത്തെ ജീവിതമാണിത്. അത് ജീവിക്കാൻ 2 നിയമങ്ങളുണ്ടാക്കുക. പൂക്കളെപ്പോലെ ജീവിക്കുക, സുഗന്ധം പോലെ ചിതറിപ്പോവുക. കഴുതയുടെ സ്വഭാവം വിചിത്രമാണ്. എപ്പോഴും മുൻപോട്ടു പോകാൻ എന്ന് പറയുന്നു, പക്ഷേ സ്വയം മുന്നോട്ടു പോകുന്നില്ല, മറ്റുള്ളവരെയും മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല.
സമയത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ സ്വന്തമെന്നോ അന്യമെന്നോ ആരുമില്ല. സമയം നമ്മുടേതാണെങ്കിൽ എല്ലാവരും നമ്മുടേതാണ്. സമയം അന്യമായാൽ സ്വന്തക്കാരും അന്യരാകും. സമയം വിചിത്രമാണ്. അതിനൊപ്പം നടന്നാൽ അത് വിധി മാറ്റുന്നു, നടന്നില്ലെങ്കിൽ വിധിയെ തന്നെ മാറ്റുന്നു. ജീവിതം മാറ്റാൻ സമയം എല്ലാവർക്കും ലഭിക്കുന്നു, പക്ഷേ സമയം മാറ്റാൻ ജീവിതം രണ്ടാമത് ലഭിക്കുന്നില്ല. സമയം ഒരിക്കലും സാക്ഷിയെയോ തെളിവുകളെയോ ആവശ്യപ്പെടുന്നില്ല, അത് നേരിട്ട് പ്രഹരിക്കുന്നു. ഇന്നത്തെ മനുഷ്യൻ സത്യങ്ങൾ ഹൃദയത്തിലെടുക്കുന്നില്ല, നുണകൾ തലച്ചോറിലെടുക്കുന്നു. കേൾക്കുന്നതിലൂടെ എത്രയോ ചോദ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു, എന്നാൽ തിരികെ പറയുന്നതിലൂടെ നമ്മൾ വീണ്ടും അതേ കുഴപ്പത്തിൽ അകപ്പെടുന്നു. തമാശയും പണവും വളരെ ആലോചിച്ചു മാത്രം ഉപയോഗിക്കുക. പ്രണയത്തിൽ ആരെങ്കിലും നിങ്ങളെ ഒഴിവാക്കിയാൽ ചിരിച്ചുകൊണ്ട് ജീവിക്കുക സുഹൃത്തേ. സ്നേഹത്തിന്റെ ലോകത്ത് നിർബന്ധം ചെലവാകില്ല. എന്നിലുള്ള ഒരു വലിയ ബലഹീനത ഇതാണ്: എനിക്ക് ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ഞാൻ പലപ്പോഴും കരഞ്ഞുപോകും. താഴെയിടുന്നവർ സ്വന്തക്കാരാകുമ്പോൾ തിരിച്ചുവരാൻ സമയമെടുക്കും. ലോകത്ത് ആരെയും മോശമായി കരുതരുത്, കാരണം ഫലം നൽകാത്ത മരം പോലും തണൽ നൽകും. കൈ പിടിക്കുന്നത് മാത്രം പോരാ, ആ കൈ എപ്പോഴും മുറുകെ പിടിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. മുറിക്കുന്നവർ തന്നെ നക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, സമയം നിങ്ങളുടേതാണ്. എല്ലാ ബന്ധങ്ങളും റോസാപ്പൂക്കളെപ്പോലെ സുഗന്ധം നൽകുന്നില്ല. ചില ബന്ധങ്ങൾ മുള്ളുകളും നൽകും. ഇവിടെ ജീവിതത്തിൽ എല്ലാം നേടാൻ കഴിയില്ല. ആരുടെയെങ്കിലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷേ എന്നതിൽ നിലനിൽക്കും. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ പോലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ശക്തരായ മനുഷ്യർക്ക് പോലും ചിലപ്പോൾ താങ്ങുകൾ ആവശ്യമാണ്. കഴിഞ്ഞുപോയ ഇന്നലെ ഒരിക്കലും തിരികെ വരില്ല, പക്ഷേ കഴിഞ്ഞ ഇന്നലകളിൽ ആളുകളുടെ പെരുമാറ്റം എപ്പോഴും ഓർമ്മയിലുണ്ടാകും. ആരെങ്കിലും നിങ്ങൾക്കു വേണ്ടി വാതിലടച്ചാൽ കുറ്റി രണ്ടു വശത്തുമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഞാൻ മാത്രമാണ് ശരി എന്ന ധാരണയിൽ എത്രയോ ബന്ധങ്ങൾ അവസാനിച്ചു. മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ ക്ഷീണിക്കുന്നില്ല, എന്നാൽ കോപവും ചിന്തയും കാരണം ഒരു നിമിഷം കൊണ്ട് ക്ഷീണിച്ചു പോകും. ജീവിതവുമായി പോരാടിയവൻ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോയത്. വിധിയെ ശപിച്ചവൻ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. നല്ല സമയത്തേക്കാൾ നല്ല മനുഷ്യനുമായി ബന്ധം വയ്ക്കുക. നല്ല മനുഷ്യൻ നല്ല സമയം കൊണ്ടുവരും, പക്ഷേ നല്ല സമയം നല്ല മനുഷ്യനെ കൊണ്ടുവരില്ല. നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഒന്നിന്മേൽ അവകാശം സ്ഥാപിക്കരുത്. മനസ്സിലാക്കാൻ കഴിയാത്തവരോട് നിങ്ങളുടെ ദുഃഖം പറയരുത്. ആദരവ് കൊടുക്കുന്നവരെയാണ് ആദരിക്കേണ്ടത്, അല്ലാതെ ആദരവോടെ സംസാരിക്കാത്തവരെയല്ല. ഇന്നത്തെ മനുഷ്യർ ഹൃദയം കൊണ്ടല്ല, ആവശ്യങ്ങൾ കൊണ്ടാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അപമാനിക്കുക എന്നത് ഒരാളുടെ സ്വഭാവത്തിലായിരിക്കാം, പക്ഷേ ബഹുമാനിക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരിക്കണം. ഇന്നലേക്കായി ഇന്നത്തെ നഷ്ടപ്പെടുത്തി, ഇന്ന് ഇന്നലേക്കായി നഷ്ടപ്പെടുത്തി, നാളേക്കും ഇന്നലേക്കും ഇന്ന് എന്നതിനും വേണ്ടി ജീവിതം കടന്നുപോകുന്നു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ശുദ്ധരായിരിക്കുക. കാണിച്ചു കൊടുക്കുന്നതിലൂടെ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയും, എന്നാൽ ദൈവം ഉദ്ദേശമാണ് നോക്കുന്നത്. വേഗത്തിൽ കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ ഹൃദയം കൊണ്ട് വളരെ സത്യസന്ധരാണ്. ഒരാളോടൊപ്പം ദൂരം വരെ പോയി നോക്കൂ, എന്നിട്ട് തനിച്ചു മടങ്ങിവരുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ കുറവ് അനുഭവിക്കാനത്ര മാത്രമേ ഒരാളെ വേദനിപ്പിക്കാവൂ. നിങ്ങളില്ലാതെ ജീവിക്കാൻ പഠിക്കുന്നത്ര വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ അപമാനിക്കുന്നവർ വിഡ്ഢികളാണ്. മാതാപിതാക്കൾ ദൈവവും നമസ്കരിക്കുന്ന രത്നങ്ങളാണ്. ലോകം ആവശ്യത്തിന്റെ നിയമത്തിലാണ് നടക്കുന്നത്. തണുപ്പുകാലത്ത് കാത്തിരിക്കുന്ന അതേ സൂര്യനെയാണ് വേനൽക്കാലത്ത് വെറുക്കുന്നതും. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിലയുണ്ടാവൂ. കഠിനാധ്വാനം കോണിപ്പടികൾ പോലെയാണ്. ഭാഗ്യം ലിഫ്റ്റ് പോലെയാണ്. ലിഫ്റ്റ് എപ്പോൾ വേണമെങ്കിലും നിലച്ചുപോയേക്കാം, പക്ഷേ കോണിപ്പടികൾ എപ്പോഴും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. കുട ചൂടുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അർത്ഥമാക്കുന്നില്ല, കാരണം മുക്കിക്കളയുന്ന വെള്ളം തലയിലൂടെയല്ല, എപ്പോഴും കാലിൽ കൂടിയാണ് വരുന്നത്. ആളുകൾക്കിടയിൽ 32 പല്ലുകൾക്കിടയിലെ നാവ് പോലെ ജീവിക്കുക. എല്ലാവരുമായി ബന്ധത്തിലിരിക്കുക, പക്ഷേ ആർക്കും കീഴ്പ്പെടാതിരിക്കുക. സ്വാർത്ഥബന്ധം കൽക്കരി പോലെയാണ്. ചൂടായാൽ കൈ പൊള്ളിക്കും, തണുപ്പായാൽ കൈ കറുപ്പിക്കും. സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് മോശമായ ആളുകളല്ല, മറിച്ച് നല്ല ആളുകളുടെ നിശബ്ദതയാണ്. പരീക്ഷ എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്, പക്ഷേ ഫലം എല്ലാവരുടെ മുന്നിലാണ് വരുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യവും ചെയ്യുന്നതിനു മുൻപ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക. വാക്കും പെരുമാറ്റവുമാണ് മനുഷ്യന്റെ യഥാർത്ഥ അടയാളം. മുഖവും സാമ്പത്തിക സ്ഥിതിയും ഇന്നുണ്ട്, നാളെയുണ്ടാകില്ല. നല്ല കാര്യമായാലും മോശം കാര്യമായാലും കൂടുതൽ കാലം ഒളിച്ചിരിക്കില്ല. സാഹചര്യങ്ങളുമായി ഒത്തുതീർപ്പു ചെയ്യേണ്ടി വരുമ്പോൾ ബുദ്ധിമാന്മാരു പോലും തെറ്റുകൾ ചെയ്യാറുണ്ട്. ആളുകൾ ഇന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്നു, സ്വന്തമെന്നു പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആരും എനിക്ക് വേണ്ടിയുണ്ടായിരുന്നില്ല. തീപ്പൊരിയില്ലാതെ പുകയില്ലാതെ ഉണ്ടാകുന്ന തീ കെടുത്താൻ എത്ര പ്രയാസമാണ്. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുക, പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ മനസാക്ഷിയെ ജീവനോടെ നിലനിർത്തുക.
ഒരു സമയത്ത് ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. ഒന്നും കിട്ടാതെ വന്നപ്പോൾ ചതി പോലും ഞാൻ കഴിച്ചു. ഒരാളുമായി വേർപിരിയുന്നത് അത്ര എളുപ്പമായിരുന്നെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ എടുക്കാൻ ഒരിക്കലും മാലാഖമാർ വരില്ലായിരുന്നു. നുണയുടെ വേഗത എത്ര കൂടിയാലും ലക്ഷ്യസ്ഥാനത്ത് സത്യം മാത്രമേ എത്തുകയുള്ളൂ. കലിയുഗത്തിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ മിടുക്കരാണ്. ആരെയും സജ്ജനമായി കണക്കാക്കരുത്. സംസ്കാരം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാം, പക്ഷെ അഹങ്കാരം കൊണ്ട് നേടിയതും നഷ്ടപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾ നോക്കിക്കൊള്ളൂ, കഠിനാധ്വാനം കൊണ്ട് ലഭിച്ച ഫലത്തിന്റെ രുചി ഭാഗ്യം കൊണ്ട് ലഭിച്ച ഫലത്തിന്റെ രുചിയേക്കാൾ മധുരമുള്ളതായിരിക്കും. ലളിതമായ ജീവിതത്തിനായി ആഗ്രഹിക്കരുത്, അത് ദൈവത്തിനു പോലും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതി ദുർബലരാകരുത്. പകരം നിങ്ങൾ ഒറ്റയ്ക്കു മതിയെന്ന് കരുതി എപ്പോഴും ഉറച്ചു നിൽക്കുക. കോപത്തിന്റെ സമയത്ത് അല്പം നിർത്തുന്നതും തെറ്റിന്റെ സമയത്ത് അല്പം കുനിയുന്നതും ജീവിതം എളുപ്പമാക്കും. ഈ ലോകത്തെ ഏറ്റവും ശക്തനായ വ്യക്തി ആരുടെ സ്വപ്നങ്ങളും തകർന്നു, പ്രതീക്ഷകളും തകർന്നു, ഹൃദയവും തകർന്നു, സ്വന്തക്കാരും പിണങ്ങി, എന്നിട്ടും ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നവനാണ്. ചരിത്രം പറയുന്നു, ഇന്നലെ സന്തോഷമുണ്ടായിരുന്നു. ശാസ്ത്രം പറയുന്നു, നാളെ സന്തോഷമുണ്ടാകും. എന്നാൽ മതം പറയുന്നു, മനസ്സ് സത്യസന്ധവും ഹൃദയം നല്ലതുമാണെങ്കിൽ എല്ലാ ദിവസവും സന്തോഷമാണ്. സമാധാനവും ശാന്തിയും വേണമെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം മാറുന്നതാണെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ലോകം മുഴുവൻ പരവതാനി വിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കാലിൽ ചെരുപ്പിടുന്നതാണ്. ഒരാൾ പറഞ്ഞത് എത്ര ശരിയാണ്, അഹങ്കാരം എല്ലാവരിലും ഉണ്ടാകും, ബന്ധങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർ മാത്രമാണ് കുനിയുന്നത്. ദൈവത്തെ ഏറ്റവും അടുത്ത സുഹൃത്താക്കുക, കാരണം ലോകം മുഴുവൻ നമ്മെ ഉപേക്ഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് ദൈവം മാത്രമാണ്. മരുഭൂമികളും പച്ചയാകും, സ്വന്തക്കാർ കൂടെയുണ്ടെങ്കിൽ. ഈ ലോകത്ത് ചില ആളുകൾ പ്രത്യേകതയുള്ളവരാണ്. അവർ ആവശ്യം വരുമ്പോൾ സമയം നൽകാറുണ്ട്. ജീവിതം ശക്തമാണ്, അതിനെ നിർബന്ധിച്ച് ജീവിക്കരുത്. പകരം ശക്തമായ രീതിയിൽ ജീവിക്കുക. ജീവിതത്തിൽ രണ്ടു തരം ആളുകൾ ഒരുപാട് വേദന നൽകും. ഒന്ന്, സ്നേഹമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കേണ്ടി വരുന്നത്. രണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളില്ലാതെ ജീവിക്കേണ്ടി വരുന്നത്. ജീവിതകാലം മുഴുവൻ വോട്ടത്തിന്റെ പ്രതിഫലം എന്തൊരു അത്ഭുതമാണ്. മുഖത്ത് ചുളിവുകളും സ്വന്തക്കാരിൽ നിന്നുള്ള ദൂരവും. ലക്ഷ്യം മനസ്സമാധാനമായിരുന്നു. ചിലർ അമ്പലത്തിലേക്ക് പോയി, ചിലർ മദ്യശാലയിലേക്ക്. ഒരാളുടെ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. കാത്തിരിക്കുന്ന ദാഹത്തെ സ്നേഹം കൊണ്ടു മുറിച്ചാലും കണ്ണുനീർ വരും. പ്രശസ്തി തെളിയുന്നത് ദുരിതങ്ങളിലൂടെയാണ് സുഹൃത്തുക്കളെ. പാറക്കെട്ടുകളോട് പോരാടാത്ത വെള്ളച്ചട്ടം എന്തിനാണ്? തെറ്റിദ്ധാരണകളുടെ കഥകൾ എത്ര രസകരമാണ്. ഓരോ ഇഷ്ടികയും കരുതുന്നു, മതിൽ എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുക. ആൾക്കൂട്ടം ധൈര്യം നൽകും, പക്ഷേ അടയാളം കവർന്നെടുക്കും. എന്റെ നന്മയിൽ ഞാൻ എന്തിനഹങ്കരിക്കണം? ആരുടെയെങ്കിലും കഥയിൽ ഒരുപക്ഷേ ഞാനും തെറ്റായിരിക്കാം. പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനം ഞാൻ നൽകില്ല. എന്റെ കഴിവുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല. ആകാശം തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ വീഴ്ത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിദ്വേഷങ്ങളെല്ലാം ഈ കാട്ടിൽ പറത്തിവിട്ടേക്കു സുഹൃത്തുക്കളെ. ചെറിയ ജീവിതമാണ്, എത്രകാലം വെറുപ്പു സൂക്ഷിക്കും? ജീവിതത്തിൽ അഹങ്കാരം വേണ്ട, വിധി മാറിക്കൊണ്ടിരിക്കും. കണ്ണാടി അതുപോലെ നിലനിൽക്കുന്നു, പക്ഷേ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നു. കേൾക്കൂ, ജീവിതത്തിൽ ശേഷിക്കുന്നതെന്താണോ അതുമാത്രമാണ് വിശേഷം, പ്രത്യേകമായത്. ലോകത്തെ മാറ്റാൻ ശ്രമിച്ചവർ തോറ്റുപോയി, എന്നാൽ സ്വയം മാറിയവർ വിജയിച്ചു. ജീവിതം നീ വളരെ മനോഹരിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി ജീവിക്കാൻ തുടങ്ങിയത്. മനുഷ്യന്റെ എല്ലാ വിഷമങ്ങൾക്കും രണ്ടു കാരണങ്ങളുണ്ട്. അവൻ വിധിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു, സമയത്തിനു മുമ്പ് ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ പഴയതായി തോന്നുന്ന വീട് വാങ്ങാൻ മാതാപിതാക്കൾക്ക് ഒരു കാലഘട്ടം വേണ്ടിവന്നു. മരിച്ചതിനുശേഷം നൽകുന്ന ആദരവിനും ഹൃദയം വേദനിപ്പിച്ചതിനു ശേഷം ചോദിക്കുന്ന മാപ്പിനും യാതൊരു മൂല്യവുമില്ല. ഞാൻ പഴങ്ങൾ നോക്കി മനുഷ്യരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ മധുരമുള്ളവർ ഉള്ളിൽ നിന്ന് അഴുകിയവരായിരിക്കും. ബന്ധങ്ങളും വെള്ളവും ഒരുപോലെയാണ്. നിറമോ രൂപമോ മണമോ ഇല്ല, എന്നിട്ടും ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ 4 സ്ഥലങ്ങൾ ഒരിക്കലും നിറയുന്നില്ല: കടൽ, ശ്മശാനം, അത്യാഗ്രഹത്തിന്റെ പാത്രം, മനുഷ്യന്റെ മനസ്സ്. കയ്യിൽ നിന്ന് മണൽ വഴുതി പോകുന്നതുപോലെ ജീവിതം ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്രയൊക്കെ പരാതികളുണ്ടെങ്കിലും എല്ലാ നിമിഷവും ചിരിച്ചുകൊണ്ടേയിരിക്കുക, കാരണം ഈ ജീവിതം ഒരൊറ്റ തവണ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കോപത്തിന്റെ സമയത്തും വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെയായിരിക്കണം. കോപം മാറുമ്പോൾ സ്വന്തം കണ്ണുകൾക്കു മുന്നിൽ ലജ്ജിക്കേണ്ടി വരരുത്. കടലിനു മാത്രമല്ല ഈ സ്വഭാവം, ഇവിടെ എല്ലാ വ്യക്തിയുടെ ആഴത്തിലും ഒരു ഉപ്പുകലർന്ന സ്വഭാവമുണ്ട്. കണ്ണാടിയും കല്ലും ഒരുമിച്ചിരുന്നു, പേടിക്കാനൊന്നുമില്ല. ഒരു വ്യവസ്ഥയുണ്ട്, രണ്ടും കൂട്ടിയിടിക്കാൻ വാശി പിടിക്കരുത്. ജീവിതത്തിലെ 3 മന്ത്രങ്ങൾ: സന്തോഷത്തിൽ വാക്കുകൊടുക്കരുത്, കോപത്തിൽ മറുപടി കൊടുക്കരുത്, ദുഃഖത്തിൽ തീരുമാനമെടുക്കരുത്. തേങ്ങ, മരുമകൻ, തണ്ണിമത്തൻ. ഉള്ളിൽ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. മകൻ സ്വന്തം തൊലി ഉരിഞ്ഞതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി അമ്മയെ ധരിപ്പിച്ചാലും അമ്മയുടെ കടം വീട്ടാൻ കഴിയില്ല. ചരിത്രം സാക്ഷിയാണ്. വാർത്തയായാലും ശവക്കുഴിയായാലും കുഴിക്കുന്നത് സ്വന്തക്കാർ തന്നെയാണ്. നല്ല സമയം തീർച്ചയായും വരും, പക്ഷേ കൃത്യസമയത്ത് മാത്രമേ വരികയുള്ളൂ.
സഹായിക്കാൻ പണമല്ല, നല്ല മനസ്സാണ് ആവശ്യം. പ്രായത്തെ തോൽപ്പിക്കാൻ നിങ്ങളുടെ ഹോബികളെ ജീവനോടെ നിലനിർത്തുക. സുഹൃത്തുക്കൾ കുറവായിരിക്കട്ടെ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം. എങ്ങനെയാണ് ജീവിതം കടന്നുപോകുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ കടന്നുപോകാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വഞ്ചകരുമായി വിശ്വസ്തയോടെ പെരുമാറുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. ആവശ്യമില്ലാതെ ആശ്വാസം പോലും ഇവിടെ ലഭിക്കില്ല. ആളുകൾ ഹൃദയത്തിലും തലച്ചോറുമായിട്ടാണ് നടക്കുന്നത്. നഗരങ്ങളിലെ വെളിച്ചവും വിചിത്രമാണ്. വെളിച്ചമുണ്ടായിട്ടും മുഖങ്ങളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. വിളക്ക് കത്തിക്കുന്ന ചടങ്ങ് ഇപ്പോൾ പഴയതായി. പരസ്പരം കത്തിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. ബന്ധങ്ങൾ നിലനിർത്താൻ ചിലപ്പോൾ അന്ധനും ചിലപ്പോൾ ഊമയുമാണും ചിലപ്പോൾ ചെകിട്ടനും ആകേണ്ടിവരും. സന്തോഷങ്ങൾ മുഷ്ടിയിൽ ഒതുങ്ങുന്നത്ര മാത്രമേ നല്ലതുള്ളൂ. തെളിയുന്നതും ചിതറുന്നതുമായ സന്തോഷങ്ങൾക്ക് പെട്ടെന്ന് ദോഷം സംഭവിക്കും. ആളുകൾ പറയുന്നു നല്ല മനസ്സുള്ളവർ എപ്പോഴും സന്തോഷത്തോടെയിരിക്കുമെന്ന്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മനസ്സ് മിക്കവാറും എപ്പോഴും മുറിവേൽക്കുന്നു. കാരണം അവർ മറ്റുള്ളവരിൽ നിന്ന് നല്ല പെരുമാറ്റം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാവരെയും തോൽപ്പിക്കാം. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി മനഃപൂർവ്വം തോറ്റുപോകുന്ന ഒരാൾ ഒഴികെ. തകർന്ന സ്വപ്നങ്ങളും വിട്ടുപോയ പ്രിയപ്പെട്ടവരുമാണ് എന്നെ കൊന്നത്. അല്ലെങ്കിൽ സന്തോഷം തന്നെ എന്നെ ചിരിക്കാൻ പഠിപ്പിക്കാൻ വന്നേനെ. ലോകത്തിന് നിങ്ങൾ ഒരു വ്യക്തിയാണ്, പക്ഷേ കുടുംബത്തിന് നിങ്ങൾ ലോകം മുഴുവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഒരാളുടെ കടപ്പാട് എത്ര ചെറുതാണെങ്കിലും അത് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ കടപ്പാട് എത്ര വലുതാണെങ്കിലും അത് ഒരിക്കലും ഓർമ്മിപ്പിക്കരുത്. ഞങ്ങൾ കരുതി അവർക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ട് എന്ന്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അവർക്ക് ഞങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ലോകകാര്യങ്ങളിൽ ഞങ്ങൾ അല്പം ദുർബലരായിരുന്നു. കച്ചേ, എല്ലാവരോടും നന്നായി പെരുമാറിയതാണ് ഞങ്ങളുടെ കുറവ്. നിങ്ങളുടെ വീട് നടത്തുന്ന ജോലി ചെയ്യുന്നതിൽ ഒരിക്കലും നാണം തോന്നരുത്. മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിക്കൊടുക്കുന്നതും എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. ചില കാര്യങ്ങൾ സമയം സ്വയം ചെയ്യും. ആവശ്യത്തിലധികം ഇടുക്കും. ആവശ്യത്തിലധികം വിശ്വാസവും എപ്പോഴും ദോഷകരമാണ്. നിങ്ങളുടെ സമയത്തിനായി നിങ്ങൾ മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരുന്നതുകൊണ്ടാകല്ല. ആവശ്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ മാറരുത്. മുൻപ് ജീവിതത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെൻഷനിൽ കുറച്ച് ജീവിതം മാത്രമേ ബാക്കിയുള്ളൂ. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമ്പോൾ സുഹൃത്തുക്കളും ശത്രുക്കളും വർദ്ധിക്കുന്നു. ലോകത്തിലെ രണ്ട് അസാധ്യമായ കാര്യങ്ങൾ. അമ്മയുടെ വാത്സല്യത്തിന്റെയും അച്ഛന്റെ കഴിവിന്റെയും ആഴം കണ്ടെത്താൻ കഴിയില്ല. ആത്മാവിന് എപ്പോഴും അറിയാം ശരിയേതാണ് തെറ്റേതാണ് എന്ന്. പക്ഷേ മനുഷ്യന്റെ മുന്നിലുള്ള വെല്ലുവിളി മനസ്സിനെ മനസ്സിലാക്കാനാണ്. VIP ആളുകളുമായി ബന്ധം വച്ചാൽ ഉപദേശം മാത്രമേ ലഭിക്കൂ. ചെറിയ ആളുകളുമായി ബന്ധം വയ്ക്കുക. അവർ അർദ്ധരാത്രിയിൽ പോലും സഹായത്തിനെത്തും. ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം അഥവാ ഈഗോ വെക്കരുത്. തെറ്റിദ്ധാരണയും വെച്ചുപുലർത്തരുത്. ലക്ഷങ്ങളുടെ വണ്ടി ഒരു താക്കോലിലും ബ്രേക്കിലുമാണ് ആശ്രയിക്കുന്നത്. കോടികളുടെ വീട് ഒരു താഴും താക്കോലിലുമാണ് ആശ്രയിക്കുന്നത്. അതുപോലെ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ചിന്ത, സ്വഭാവം, സംസ്കാരം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾക്ക് മുറിവിൽ ബാൻഡേജ് കെട്ടാൻ പഠിക്കുന്നതാണ് ഒരാളെ പഴി പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്. മനസ്സ് ശാന്തമായിരിക്കുന്നത് ഭാഗ്യമാണ്. മനസ്സിനെ വശത്താക്കുന്നത് സൗഭാഗ്യമാണ്. മനസ്സുകൊണ്ട് ഒരാളെ ഓർക്കുന്നത് പുണ്യമാണ്. മനസ്സുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഓർക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പരമസൗഭാഗ്യമാണ്. വേദന എന്നെ പുതിയ വഴികളിലൂടെ ദിവസവും തേടിവരുന്നു. എന്റെ എല്ലാ ഒളിത്താവളങ്ങളെക്കുറിച്ചും അതിനറിയാം. ലോകത്തിന്റെ വിചിത്രമായൊരു രീതിയാണിത്. ഈ രീതി എന്തുകൊണ്ട് മാറുന്നില്ല? ജീവിച്ചിരിക്കുന്നവരോട് പറയുന്നു മിണ്ടാതിരിക്കൂ, മരിച്ചവരോട് പറയുന്നു എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഒഴിവു സമയത്ത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് കണ്ണാടിയാകാനുള്ള ആഗ്രഹം മണ്ണിൽ ചേർന്നു പോകും. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സമയം നൽകുക. ഓർക്കുക, താജ്മഹൽ കണ്ടത് ലോകമാണ്, മുംതാസല്ല. അജ്ഞാതമായ ശിക്ഷകൾ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കെങ്ങനെ വിധിയോട് ചോദിക്കാൻ കഴിയും എന്റെ തെറ്റെന്തായിരുന്നു എന്ന്? കഴിഞ്ഞ കാലത്തിന്റെ ഒരു കാഴ്ച ഗ്രഹണം പോലെയാണ്. ഏകാന്തതയുടെ കനത്ത നിഴൽ ഹൃദയത്തെ മൂടുന്നു. ആളുകൾ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ ശാന്തരായിരിക്കൂ. ഒന്നുകിൽ അത് വിവേകമായിരിക്കും, അല്ലെങ്കിൽ നിർബന്ധം അഥവാ മജ്ബൂരി. ദുഃഖം ഏതെങ്കിലും മരത്തോടോ പക്ഷിയോടോ പറയുക. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഇപ്പോൾ ബാക്കിയില്ല. കുട്ടിക്കാലവും വാർദ്ധക്യവും ഒരുപോലെയാണ്. രണ്ടിനും യൗവനത്തിന്റെ താങ്ങ് അത്യാവശ്യമാണ്. ലോകം എത്ര മാറിപ്പോയി! ഇപ്പോൾ ആരെയും ഒന്നും പറയാൻ കഴിയില്ല. സന്തോഷവും ദുഃഖവും ഇപ്പോൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആലോചിച്ച് സംസാരിക്കുക. അത് പെട്ടെന്ന് കാറ്റിൽ പറക്കും. നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമ്പോൾ രൂപം മാറ്റിവരും. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും അതിലുണ്ടാകും.
ജീവിതത്തിൽ ഉയരാൻ ബിരുദത്തിന്റെ ആവശ്യമില്ല. നല്ല വാക്കുകൾ മനുഷ്യനെ രാജാവാക്കും. ഞങ്ങൾ ജീവിക്കുന്ന ഈ സമയത്ത് നാടകങ്ങൾ കണ്ട് ആളുകൾ കരയുന്നു. യാഥാർത്ഥ്യം കണ്ടിട്ട് പറയുന്നു, എല്ലാം നാടകമാണ്. സമയം മാറാൻ അധികം സമയമെടുക്കില്ല. അതുകൊണ്ട് ഒരിക്കലും അതിരുകടന്ന് അഹങ്കരിക്കരുത്. സ്വന്തക്കാര്യം മറക്കരുത്. സമയം നല്ലതായാലും മോശമായാലും കടന്നുപോകും. പക്ഷേ സംസാരങ്ങളും ആളുകളും എപ്പോഴും ഓർമ്മയിലുണ്ടാകും. തകർന്ന വസ്തുക്കൾ എപ്പോഴും വേദന നൽകും. ഹൃദയം, ഉറക്കം, വിശ്വാസം, എല്ലാറ്റിലുമുപരി പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ചെടി വിശ്വാസത്തിൻ്റേതാണ്. അത് മണ്ണിലല്ല, ഹൃദയങ്ങളിലാണ് വളരുന്നത്. എന്തു കാര്യത്തിലാണ് മനുഷ്യന് ഇത്ര അഹങ്കാരം? അവസാന യാത്രയ്ക്കുപോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ സന്തോഷം ലഭിക്കില്ല. എന്നാൽ സന്തോഷത്തോടെ പ്രവർത്തിച്ചാൽ സന്തോഷം തീർച്ചയായും ലഭിക്കും. ശരിയായ സമയത്ത് കുടിച്ച കൈപ്പേറിയ ഗുളികകൾ പലപ്പോഴും ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റും. ആരുടെ കണ്ണുകളിലാണോ നിങ്ങൾ നല്ലവർ, അവരുടെ കണ്ണുകളിൽ നിങ്ങൾ നല്ലവരായിരിക്കും. ആരുടെ കണ്ണുകളിലാണോ നിങ്ങൾ മോശം, അവരുടെ കണ്ണുകളിൽ നല്ലവനായി മാറാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. കാരണം നിങ്ങൾക്ക് സ്വയം മാറാൻ കഴിയും, പക്ഷേ അവരുടെ കേടായ കണ്ണുകളെ മാറ്റാൻ കഴിയില്ല. കാരണമില്ലാതെ ഒരാളുമായി കണ്ടുമുട്ടാറില്ല. ചിലരിൽ നിന്ന് പാഠം ലഭിക്കുന്നു, ചിലരിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നു. ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരുന്ന ആഗ്രഹങ്ങൾ മാത്രം മതി. ആളുകൾ നിങ്ങളെയല്ല, നിങ്ങളുടെ നല്ല സമയത്തെയാണ് പ്രാധാന്യം നൽകുന്നത്. സ്വയം പ്രത്യേകമായി സ്പെഷ്യൽ ആയി കണ്ട് ജീവിക്കാൻ തുടങ്ങുക. കാരണം ദൈവം ഒരു വസ്തുവും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ സ്വന്തക്കാരുടെ ഇടയിൽ വയ്ക്കുക. ഒന്നുകിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും, അല്ലെങ്കിൽ സ്വന്തക്കാർ. ഒരു ഉറക്കമുണ്ട്, അത് ആളുകൾക്ക് രാത്രി മുഴുവൻ ലഭിക്കുന്നില്ല. ഒരു മനസാക്ഷിയുണ്ട്, അഥവാ സമീർ, അതെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനിയെയും അജ്ഞാനിയെയും മനസ്സിലാക്കാം, പക്ഷേ അഹങ്കാരിയെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അവനെ തമയം മാത്രമേ മനസ്സിലാക്കൂ. സന്തോഷങ്ങളിൽ എല്ലാവരും കൂടെ നടക്കും, പക്ഷേ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആരും വരില്ല. ഇന്നലെയും ഇതുതന്നെയായിരുന്നു സത്യം, ഇന്നും ഇതുതന്നെയാണ് സത്യം. സൂര്യന്റെയും അച്ഛന്റെയും ചൂട് സഹിക്കാൻ പഠിക്കുക. കാരണം ഇവർ രണ്ടുപേരും അസ്തമിക്കുമ്പോൾ ചുറ്റും ഇരുട്ട് പടരും. നിങ്ങളുടെ മുതിർന്നവരെ ആദരിക്കുക. കാരണം നിങ്ങൾക്കും എപ്പോഴും ചെറുപ്പമായിരിക്കാൻ കഴിയില്ല. സഹായം ചോദിക്കാൻ പോകുമ്പോൾ ആളുകൾ ഒഴിഞ്ഞുമാറും. വിവരമറിഞ്ഞാൽ ആളുകൾ അത് പ്രചരിപ്പിക്കും. നിങ്ങളുടെ വീട്ടുവിശേഷം ആരോടും പറയരുത്. സുഹൃത്തുക്കൾ പലപ്പോഴും അവസരം മുതലാക്കും. ലോകത്തിലെ ഏറ്റവും മോശം സ്ഥലങ്ങളിലൊന്നാണ്, അവിടെ മോശം ആളുകളേക്കാൾ കൂടുതൽ നല്ല ആളുകൾ നിശബ്ദരാണ്. അറിവ് കഴിഞ്ഞ് ക്ഷമ വന്നാൽ ആ അറിവ് നീരുറവ് പോലെയാണ്. പക്ഷേ അറിവിനുശേഷം വിനയം വന്നാൽ ആ അറിവ് അമൃത് പോലെയാണ്. ധൈര്യവും ആഡംബരവും നിലനിർത്തുക. നല്ലതും മോശവുമായ ദിവസങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതം മഞ്ഞിനെപ്പോലെയാണ്. എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം വഴി തെളിഞ്ഞുവരും. സ്കൂൾ വിട്ടുപോയാലും ജീവിതത്തിലെ പരീക്ഷകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷികൾക്ക് ലക്ഷ്യം ലഭിക്കും, അത് അവയുടെ ചിറകുകളാണ് സംസാരിക്കുന്നത്. ചിലർ നിശബ്ദരാണ്, പക്ഷേ അവരുടെ കഴിവുകളാണ്, ഹുനറാണ് സംസാരിക്കുന്നത്. വെറുപ്പിൽ എന്തിരിക്കുന്നു? സ്നേഹത്തോടെ ജീവിക്കാൻ പഠിക്കുക. ഈ ലോകം നമ്മുടെയോ നിങ്ങളുടെയോ വീടല്ല, താവളമാണ്. സന്തോഷങ്ങൾ അന്യമാണ്, എല്ലാവർക്കും പങ്കുവയ്ക്കും. വേദനകൾ സ്വന്തമാണ്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടിവരും. ഒരു തെറ്റുപറ്റി, ഞാൻ തെറ്റായി ചിന്തിക്കുകയായിരുന്നു. വെറുപ്പിന്റെ ഈ ലോകത്ത് ഞാൻ സ്നേഹം അന്വേഷിക്കുകയായിരുന്നു. മനുഷ്യൻ എത്ര സ്വാർത്ഥനാണ്! ഇന്ന് ഏതു വെയിലിലാണ് സുഖം കണ്ടെത്തുന്നത്, ആ വെയിലിനെ തന്നെ 2 മാസം കഴിഞ്ഞ് ചീത്ത പറയുന്നുണ്ടാകും. നിങ്ങളുടെ ശബ്ദം ഒരാത്മാവിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതും ആത്മാവിൽ നിന്ന് തന്നെയായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും പ്രയാസമുള്ള കാര്യം മിണ്ടാതിരിക്കുകയും വിമർശനം കേൾക്കുകയും ചെയ്യുന്നതാണ്. മനസ്സിനനുസരിച്ച് ഇത്രയും നടക്കരുത്. തിരുത്താൻ ഒരവസരം പോലും ലഭിക്കാതെ ജീവിതം നശിച്ചുപോകും. ബന്ധങ്ങൾ, സ്നേഹം, സൗഹൃദം എല്ലായിടത്തും കാണപ്പെടുന്നു. പക്ഷേ അവയ്ക്ക് ആദരവ് ലഭിക്കുന്നിടത്ത് മാത്രമേ അവ നിലനിൽക്കുന്നുള്ളൂ. ജീവിതം കടലിൽ വീഴുമ്പോൾ സമയം നീന്താൻ പഠിപ്പിക്കും. ഇവിടെ അങ്ങനെയും ആളുകളുണ്ട്.
അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട്, പക്ഷേ പറയാൻ ആശ്വാസം അഥവാ ഹംദർദ് നൽകാൻ ആരുമില്ല. ഈ മനുഷ്യ സമൂഹത്തിൽ നിന്ന് നന്മയും തിന്മയും പതിയെ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കണ്ണാടി തകർന്നു ചിതറിയാൽ നല്ലത്, വിള്ളലുകൾ ജീവിക്കാനും മരിക്കാനും അനുവദിക്കുന്നില്ല. ബഹുമാനം നൽകുക, ബഹുമാനം നേടുക എല്ലാവർക്കും ഒരേ നിയമമാണ്. ആരുടെ കണ്ണുകളിലാണോ നമ്മൾ ഒന്നുമല്ലാത്തത്, അവർ നമ്മുടെ കണ്ണുകളിലും പ്രയോജനമില്ലാത്തവരാണ്, അഥവാ ഫിസൂലാണ്. സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് എല്ലാം നശിച്ചു പോകുന്നു. കാരണം മറ്റൊരാൾക്ക് എങ്ങനെയുണ്ട് എന്നറിയുന്നതിനു പകരം നമ്മൾ എന്തെങ്കിലും ധാരണയുണ്ടാക്കുന്നു. കാണുന്നതെല്ലാം അതുപോലെ ആയിരിക്കണമെന്നില്ല. കറുത്ത ഉഴുന്നിന്റെ തോട് മാത്രമേ കറുത്തതായിരിക്കൂ. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് അമിതമായ വിവരങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുക. കാരണം ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവായി മാറാം. റൊട്ടി കഴിക്കാൻ നല്ലത്, അത് രണ്ടു വശവും ചുട്ടെടുക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ ജീവിതത്തിലെ ബന്ധങ്ങളും രണ്ടു വശത്തു നിന്നും പരിപാലിക്കുമ്പോൾ മാത്രമാണ് നല്ലതായി നിലനിൽക്കുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ സ്വയം മാറ്റേണ്ടിവരും. സ്വന്തം രീതിയിൽ ജീവിക്കാൻ ഭ്രാന്താനുമായ ആവേശം അഥവാ ജുനൂൻ ആവശ്യമാണ്. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എപ്പോഴും പ്രതികൂലമായിരിക്കും. അഹങ്കാരം കൊണ്ട് ഒരാൾക്ക് വീർക്കാൻ കഴിയും, പക്ഷേ ഫലം നൽകാൻ കഴിയില്ല. ജീവിതവും ചെസ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വെളുത്തതും കറുത്തതുമായ കരുകളെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. സഹായമെന്നത് ഒരു സംഭവമാണ്. ചെയ്താൽ ആളുകൾ മറക്കും, ചെയ്യാതിരുന്നാൽ ആളുകൾ ഓർക്കും. വാക്കുകളും ഒരുതരം ഭക്ഷണമാണ്. ഏത് സമയത്ത് ഏതു വാക്ക് വിളമ്പണമെന്ന് മനസ്സിലാക്കിയാൽ ലോകത്ത് നിങ്ങളെക്കാൾ മികച്ച പാചകക്കാരൻ വേറെയില്ല. മനസ്സ് കുനിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. തല കുനിച്ചതുകൊണ്ട് മാത്രം ദൈവത്തെ ലഭിക്കില്ല. ദൈവത്തെ വ്യത്യസ്തമായി കാണുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തു നിന്ന് പോയി. ദൈവം ഇന്നലെയും ഒന്നുതന്നെയായിരുന്നു, ഇന്നും ഒന്നുതന്നെയാണ്. പ്രാർത്ഥനയും വിശ്വാസവും രണ്ടും അദൃശ്യമാണ്. പക്ഷേ രണ്ടിനും അസാധ്യത്തെ സാധിക്കാൻ കഴിയും. ചെറിയ മനസ്സുകൊണ്ട് ആരും വലുതാകുന്നില്ല. തകർന്ന മനസ്സുകൊണ്ട് ആർക്കും ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ആളുകൾ നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ടാകും. നിങ്ങളിൽ അവർക്കിഷ്ടമല്ലാത്ത എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലുള്ളത് അവരിലില്ലാത്ത എന്തോ ഒന്നുണ്ട്. മനുഷ്യന്റെ പ്രയാസമേറിയ സമയം അവനൊരു കണ്ണാടി പോലെയാണ്. അതവനെ അവന്റെ കഴിവുകൾ അഥവാ ക്ഷമത കാണിച്ചു കൊടുക്കുന്നു. മനസ്സിൽ മാലിന്യവും നാവിൽ മധുരവുമുണ്ടെങ്കിൽ ഇരട്ടത്താപ്പുള്ള ആളുകളുടെ നിലവാരം ഇത്രയുള്ളൂ. സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അത്യാഗ്രഹത്തിൽ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കളയരുത്. കാരണം സമ്പത്ത് ഈ ലോകത്ത് അവസാനിക്കും, സൗന്ദര്യം മണ്ണിൽ മറഞ്ഞുപോകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം അവസാനം വരെ നിങ്ങളോടൊപ്പമുണ്ടാകും. മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നല്ല വസ്ത്രങ്ങൾ നിർജീവമായ പ്രതിമകൾക്ക് പോലും ധരിപ്പിക്കാറുണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് അത് തിരികെ വന്നില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കർമ്മം തീർച്ചയായും തിരിച്ചുവരും, അത് നല്ലതായാലും ചീത്തയായാലും. സ്നേഹമെന്നത് ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കുന്നതും യൗവനത്തിൽ സമ്പാദിക്കേണ്ടി വരുന്നതും വാർദ്ധക്യത്തിൽ യാചിക്കേണ്ടി വരുന്നതുമായ ഒരു കാര്യമാണ്. എല്ലാവരെയും കൂടെ നിർത്തുക, എന്നാൽ കൂട്ടത്തിൽ ഒരിക്കലും സ്വാർത്ഥത വയ്ക്കാതിരിക്കുക. തെറ്റായ ചിന്തകളും തെറ്റായ ധാരണകളും മനുഷ്യനെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുന്നു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നു, കാരണം എന്റെ കുറവുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ലോകരാണ്. ഒരാളെ സ്വന്തമാക്കുന്നതിലോ നേടിയെടുക്കുന്നതിലോ അല്ല സ്നേഹം. നേടാൻ യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്നിട്ടും സ്നേഹിക്കുക എന്നതിലാണ് അതിന്റെ മനോഹാരിത. മൗനം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചെവികൊണ്ട് കേൾക്കാതെ ഹൃദയം കൊണ്ട് കേൾക്കുക. കളി തുടർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ഇതാണ്: ജീവിതം നിങ്ങളെ കളിക്കളമാക്കുകയാണോ, അതോ നിങ്ങൾ ജീവിതത്തെ കളിക്കളമാക്കുകയാണോ? വിധിക്കു മുന്നിൽ എത്ര നിസ്സഹായനാണ് മനുഷ്യൻ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്തിനു മുന്നിൽ തകർന്നു പോകുന്നു. ചില ബന്ധങ്ങൾ കടങ്ങൾ പോലെയാണ്. അത് നിർവഹിക്കുകയല്ല, വീട്ടുകയാണ് വേണ്ടത്. ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നവർ അതിനു മുൻപ് കരഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും. തങ്ങളുടെ രാജത്വത്തിൽ അഹങ്കാരം പൂണ്ടവരുടെ കൊട്ടാരങ്ങളും മണ്ണിൽ ചേർന്നുപോയിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരാൾ പ്രവേശിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാൻ എനിക്കൊരു നിമിഷം പോലും ആവശ്യമില്ല. എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് സ്വന്തമായി നേടാൻ കഴിയുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് യാചിക്കരുത്. തെറ്റുകൾ ചെയ്യുക, അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ഒരാളോട് തെറ്റു ചെയ്യരുത്.
ഓർക്കുക, ആര് എത്ര ചുവട് വെച്ചാലും എല്ലാവരുടെയും ഏകാധിപതി, അതായത് എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ കൈകളിലാണ്. കഠിനാധ്വാനം ചെയ്താൽ ധനം ലഭിക്കുന്നു, ക്ഷമിച്ചാൽ കാര്യങ്ങൾ പൂർത്തിയാകുന്നു, മധുരമായി സംസാരിച്ചാൽ ബന്ധങ്ങളുണ്ടാക്കുന്നു, ആദരവ് നൽകിയാൽ പേരുണ്ടാക്കുന്നു. സംസ്കാരത്തിന്റെ മണ്ണിൽ നിന്ന് അകന്നുപോകുന്നത്ര ഉയരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പറക്കലുണ്ടാകരുത്. ജീവിതത്തിൽ രണ്ടു തരം ആളുകൾ പുതിയ ദിശ നൽകുന്നു. ഒന്ന്, നിങ്ങൾക്ക് അവസരം നൽകുന്നവർ. രണ്ട്, നിങ്ങളെ ചതിക്കുന്നവർ. നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നു. എന്നാൽ പരാതി പറയുന്നതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. തിടുക്കത്തിലുണ്ടാക്കിയ വിശ്വാസവും കഠിനാധ്വാനമില്ലാതെ വെച്ച പ്രതീക്ഷയും ഈ രണ്ടെണ്ണത്തിന്റെയും ഫലം വെറും ചതി മാത്രമാണ്. വാക്കുകൾക്കും ചൂടുണ്ട്, അവ ആശ്വാസം നൽകുകയും ആളിക്കത്തിക്കുകയും ചെയ്യും. ഒരാളുടെ കാൽ വലിച്ചിടുന്നതിനേക്കാൾ നല്ലത് കൈപിടിച്ചുയർത്തുന്നതാണ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിലോ? നിങ്ങളുടെ ശബ്ദം ആത്മാവിലേക്കെത്തണമെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതും ആത്മാവിൽ നിന്ന് തന്നെയായിരിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തെറ്റ് തെരഞ്ഞെടുക്കുന്ന തെറ്റുകൾക്ക് ഒരു മാപ്പുമില്ല. ഒരാൾക്കുവേണ്ടി സമർപ്പിക്കാൻ പ്രയാസമില്ല. പ്രയാസം നിങ്ങളുടെ സമർപ്പണത്തെ വിലമതിക്കുന്ന ഒരാളെ കണ്ടെത്താനാണ്. മനസ്സ് വെള്ളം പോലെയാണ്. അത് പ്രക്ഷുബ്ധമാകുമ്പോൾ കാണാൻ പ്രയാസമാണ്, ശാന്തമാകുമ്പോൾ എല്ലാം വ്യക്തമാവുകയും ചെയ്യും. മനുഷ്യൻ ചോദിക്കുന്നു, ഹേ ഭഗവാനെ, എന്റെ പ്രാർത്ഥനകൾ അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയും അപ്പോൾ തന്നെ നൽകുന്നില്ലല്ലോ. സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്തവരെ ആർക്കും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വിദ്യ അറിയുന്നവരെ ആർക്കും ദുഃഖിപ്പിക്കാൻ കഴിയില്ല. സ്വയം ഒരടയാളമുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല. ആഭരണമായി മാറാൻ ഇരുമ്പിന് ചൂടേൽക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോൾ ചിരിക്കണം, എപ്പോൾ കരയണം എന്ന് തീരുമാനിക്കാൻ ആർക്കും അത്രയ്ക്ക് അധികാരം കൊടുക്കരുത്. ഒരു വ്യക്തിയുടെ പ്രാധാന്യം അയാളുടെ നല്ല സ്വഭാവം കൊണ്ടാണ്. ചിലർ ഒരു നിമിഷം കൊണ്ട് ഹൃദയം കീഴടക്കുന്നു, മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടായിട്ടും ആദരവ് നേടുന്നില്ല. ദൈവം എല്ലാവരെയും ഒരേ മണ്ണിലാണ് സൃഷ്ടിക്കുന്നത്. വ്യത്യാസം ഇത്രമാത്രം: ഒരാൾ പുറമേ നിന്ന് സുന്ദരനായിരിക്കും, മറ്റൊരാൾ ഉള്ളിൽ നിന്ന്. മനുഷ്യജീവിതത്തിന് രണ്ട് വഴികളേയുള്ളൂ: ചിന്തയും ചിന്തനവും. ധ്യാനം. ചിലർ ചിന്തയിൽ ജീവിക്കുന്നു, ചിലർ ചിന്തനത്തിൽ ജീവിക്കുന്നു. ചിന്ത ഒരു ദുരിതമാണ്, എന്നാൽ ചിന്തനം അതിനുള്ള പരിഹാരമാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയാനും ശക്തമായ മഴയിൽ പോലും കണ്ണുനീരിനെ തിരിച്ചറിയാനും കഴിയുന്ന ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുക. തീയതികൾ തിരികെ വരും, പക്ഷേ ആ ദിവസങ്ങൾ വരില്ല. ചിലർ സന്തോഷം തേടി കരഞ്ഞു, ചിലർ ദുഃഖത്തിന്റെ തണലിൽ കരഞ്ഞു. ജീവിതത്തിലെ വിചിത്രമായൊരു രീതിയാണിത്. ചിലർ വിശ്വാസത്തിനു വേണ്ടി കരഞ്ഞു, ചിലർ വിശ്വസിച്ചതുകൊണ്ട് കരഞ്ഞു. എങ്ങനെയുള്ള പരാതികളുടെ ഇരകളായി മാറിയെന്നറിയില്ല. ഹൃദയം എത്രത്തോളം ശുദ്ധമായി സൂക്ഷിച്ചോ അത്രത്തോളം കുറ്റവാളികളായി മാറി. ഇടർച്ചകൾ താങ്ങി നിൽക്കാനുള്ള ധൈര്യം തന്നു. ഓരോ അപകടവും ബുദ്ധിക്ക് കൂടുതൽ ആഴം നൽകി. ഞാൻ ക്ഷീണിച്ചുപോയി എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആരെല്ലാമോ എനിക്ക് ആശ്രയമായിട്ടുണ്ട്. കരയുന്നത് തെറ്റാണെന്ന് ആരാണ് പറയുന്നത്? മനസ്സിന്റെ വികാരങ്ങൾ ഒഴുകിപ്പോകുന്നത് തെറ്റല്ല. ചിലപ്പോൾ പ്രകൃതി പോലും കരയുന്നു. അപ്പോഴാണല്ലോ ഈ മനോഹരമായ മഴ പെയ്യുന്നത്. സമാധാനം തേടി എത്ര അസ്വസ്ഥതകൾ കൂട്ടിവെച്ചു. ആളുകൾ പറയുന്നു, ഞങ്ങൾ വലുതായി, ജീവിതത്തെ ഞങ്ങൾ നിയന്ത്രിച്ചു. മനുഷ്യർ നോട്ടുകൾ പോലെയായിരുന്നെങ്കിൽ വെളിച്ചത്തിനു നേരെ പിടിച്ച് ഒറിജിനലാണോ വ്യാജ്യമാണോ എന്നു നോക്കാമായിരുന്നു. നിങ്ങൾ താഴെ വീണു നോക്കൂ, ആരും നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വരില്ല. നിങ്ങൾ അല്പം പറന്നു നോക്കൂ, എല്ലാവരും നിങ്ങളെ താഴെ ഇറക്കാൻ വരും. ഒരു സമയം വരും, അപ്പോൾ മനുഷ്യന് ഏകാന്തതയെ ഭയമില്ലാതാകും. തനിച്ചിരിക്കുന്നത് മോശമായി തോന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴില്ല. കാരണം അപ്പോൾ നമ്മൾ അങ്ങനെയായി മാറും. ആരെങ്കിലും സംസാരിച്ചാൽ ശരി, ഇല്ലെങ്കിലും ശരി. ലോകത്ത് 1000 മധുരപലഹാരങ്ങൾ രുചിച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ കണ്ണുനീരിനേക്കാൾ മധുരമുള്ളതൊന്നും ഇല്ല. ഒരു വിശ്വസ്ത സുഹൃത്ത് 1000 ബന്ധുക്കളേക്കാൾ മികച്ചവനാണ് എന്ന് അനുഭവം പറയുന്നു. എല്ലാം വിധികൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ചില കാര്യങ്ങൾക്ക് കഴിവുള്ളവരായി മാറേണ്ടതുണ്ട്. എന്റെ ജീവിതയാത്രയെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ടായിരുന്നു. പക്ഷേ വേദനകൾ രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ ക്യൂ വളരെ വലുതായിരുന്നു. ഒരാൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് അവരുടെ നിർബന്ധമല്ല, മറിച്ച് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവുമാണ്. ഹൃദയത്തിന്റെ താക്കോൽ വാക്കുകളിലല്ല, സംസാരരീതിയിലാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്നവയല്ല സ്വപ്നങ്ങൾ, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തവയാണ് സ്വപ്നങ്ങൾ. വിശ്വാസത്തിൽ വിഷവുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. എന്തു സ്വീകരിക്കണം എന്നത് സ്വയം ആശ്രയിച്ചിരിക്കുന്നു.
ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, എന്നിട്ടും നമ്മൾ എണ്ണുന്നത് നേടാൻ കഴിയാത്തവയെയാണ്. മനുഷ്യർ എല്ലാ വീടുകളിലും ജനിക്കുന്നു, പക്ഷേ ഈ ലോകത്ത് മനുഷ്യത്വം ചിലയിടങ്ങളിൽ മാത്രമേ ജനിക്കുന്നുള്ളൂ. വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് വേഷം മാത്രമേ മാറ്റാൻ കഴിയൂ, എന്നാൽ വിയർപ്പിൽ കുളിക്കുന്നവർക്ക് ചരിത്രം മാറ്റാൻ കഴിയും. വ്യക്തവും നേരായതുമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ സംസാരം മൂർച്ചയുള്ളതും കടുപ്പമുള്ളതുമായിരിക്കും, പക്ഷേ അങ്ങനെയുള്ളവർ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾ ഇന്നലെ എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ദുഃഖത്തോടെ എഴുന്നേൽക്കരുത്. പകരം ഈ ചിന്തയോടെ എഴുന്നേൽക്കുക, ഇന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും. ബന്ധങ്ങളും പട്ടവും എത്രത്തോളം ഉയരത്തിൽ പറക്കുന്നുവോ അവയെ മുറിക്കുന്നവരുടെ എണ്ണവും അത്രത്തോളം അധികമായിരിക്കും. ചില ബുദ്ധിമുട്ടുകൾ നമ്മെ പരീക്ഷിക്കാൻ വരുന്നതല്ല, മറിച്ച് നമ്മോടൊപ്പം ചേർന്ന ആളുകളെ തിരിച്ചറിയാൻ വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രയോജനകരമായ കച്ചവടം മുതിർന്നവരുടെ അടുത്തിരിക്കുന്നതാണ്. കുറച്ചു നിമിഷങ്ങൾക്ക് പകരമായി അവർ നിങ്ങൾക്ക് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് നൽകുന്നു. മനുഷ്യൻ ഒരിക്കലും ധൈര്യം കൈവിടരുത്, കാരണം മലകളിൽ നിന്ന് പുറപ്പെടുന്ന നദി ഇന്നുവരെ ആരോടും ചോദിച്ചിട്ടില്ല കടൽ എത്ര ദൂരെയാണ് എന്ന്. ജ്ഞാനിയുള്ളവനെ പറഞ്ഞു മനസ്സിലാക്കാം, അജ്ഞാനിയെയും പറഞ്ഞു മനസ്സിലാക്കാം, എന്നാൽ അഹങ്കാരിയെ ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. അവനെ സമയം മാത്രമേ മനസ്സിലാക്കൂ. വൈകിയാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമായിത്തീരുക, കാരണം ആളുകൾ സമയത്തിനനുസരിച്ച് സൗഖ്യമല്ല, സാമ്പത്തിക സ്ഥിതിയാണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ മാനസികമായി ശക്തരാക്കും. കഴിഞ്ഞുപോലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക, ആരോടും കൂടുതൽ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. നിങ്ങളിൽ നിന്ന് തെറ്റുപറ്റിയെങ്കിൽ സ്വയം പഴിക്കാതെ അതിൽ നിന്ന് പാഠം പഠിക്കുക. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടെന്ന് കരുതി ഭയന്നിരിക്കാതിരിക്കുക. കുറച്ചു സമയം ധ്യാനിക്കുക. മനുഷ്യമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ മാനസികമായി ശക്തരാക്കും. കുളി ശരീരത്തെയും ധ്യാനം മനസ്സിനെയും ദാനം ധനത്തെയും യോഗ ജീവിതത്തെയും പ്രാർത്ഥന ആത്മാവിനെയും വ്രതം ആരോഗ്യത്തെയും ക്ഷമ ബന്ധങ്ങളെയും പരോപകാരം വിധിയെയും ശുദ്ധീകരിക്കുന്നു. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ മറ്റൊരാൾ സമയം ചെലവഴിക്കും. സമയം ചെലവഴിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും കൂടുതൽ പ്രാധാന്യവും ബഹുമാനവും നൽകുക, കാരണം അവർ നിങ്ങളുടെ പിന്നിൽ ജീവിതത്തിന്റെ തിരികെ ലഭിക്കാത്ത നിമിഷങ്ങളാണ് ചിലവഴിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനെ ഒരിക്കലും വിൽക്കരുത്. നിങ്ങൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകുന്നതും അതുമാത്രമാണ്. ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി ഇന്നേ ദിവസം ചെയ്യുന്നു, ചെയ്യാത്തവർ നാളത്തേക്കായി മാറ്റിവെക്കുന്നു. 4 വേദങ്ങളുടെ അർത്ഥം നിങ്ങൾ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ, സാരമില്ല. എന്നാൽ വിവേകം, ഉത്തരവാദിത്വം, വിശ്വസ്തത, സത്യസന്ധത എന്നീ 4 വാക്കുകളുടെ പൊരുൾ മനസ്സിലാക്കിയാൽ ജീവിതം സഫലമാകും.